Hello everyone. Okay, welcome all. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മിങ് ആയിട്ടുള്ള വരാനിരിക്കുന്ന UGC നെറ്റ് എക്സാമിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ആണ്. ഓക്കെ, അപ്പോ നമുക്കറിയാം ഇപ്പൊ ഒരു എക്സാം ഇപ്പോ പെൻഡിങ്ങിലാണ് അല്ലെ. നമ്മൾ എല്ലാവരും ഒരു എക്സാം അല്ലെങ്കിൽ മേ ബി ഇവിടെ വന്നിരിക്കുന്നവരിൽ ചിലരെങ്കിലും ആ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് അത് ക്യാൻസൽ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. നെക്സ്റ്റ് നമുക്ക് 21st ഓഗസ്റ്റ് 21st എക്സാം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. ദെൻ ആ ഒരു എക്സാം അല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് വരാനിരിക്കുന്നത് ഡിസംബറിൽ വരാൻ ചാൻസ് ഉള്ള ഒരു എക്സാമിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ മിസ്, എന്തോ ഒരു സൗണ്ടിന്റെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അസ്ന മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ. ഓക്കെ, അപ്പോ അഗെയിൻ വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്കമിങ് ആയിട്ട് വരാനിരിക്കുന്ന UGC നെറ്റ് എക്സാമിന് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ മേ ബി ആദ്യമായിട്ടായിരിക്കാം UGC നെറ്റ് എക്സാമിന് ഇനി അപ്പിയർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഏതൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ ഏതൊരു എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്തും നമ്മൾ ഫസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ആ ഒരു എക്സാം എന്താ അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ ഏത് എക്സാം, നിങ്ങൾ ഏത് PSC എക്സാമോ SSC എക്സാംസോ ഏതൊരു എക്സാം ആണെങ്കിലും നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം എന്താണ്, ആ ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺലി നമ്മളൊക്കെ PGക്ക് പഠിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും ഈ എക്സാമിനെ കുറിച്ചിട്ട് കേൾക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, സോ എല്ലാവരും അപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് മേ ബി അതിനെ കുറിച്ചിട്ടൊന്നും അന്വേഷിച്ചിട്ടോ അറിഞ്ഞിട്ടോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നേരെ പോയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും പോകുന്ന അവരുടെ കൂടെ നമ്മൾ നേരെ എക്സാമിന് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ക്രാക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടാവില്ല. സോ ആദ്യം വേണ്ടത് എന്ന് പറയുന്നത് ആ ഒരു എക്സാം എന്താന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് അത് തന്നെ ഡിസ്കസ് ചെയ്യാം. എന്താണ് നെറ്റ് എക്സാം എന്ന് പറയുന്നത്? സോ ഇത് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നെറ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, PPT വിസിബിൾ അല്ല. ആണോ? ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. സ്ക്രീൻ ഷെയറിംഗ് ആണല്ലോ. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അപ്പോ എന്താണ് ഈ ഒരു എക്സാം എന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏതൊരു എക്സാമിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് അറിഞ്ഞിരിക്കണേ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് UGC കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. ദെൻ അത് നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസിയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാണ് ഈ ഒരു എക്സാം? അപ്പോൾ ഇതാണ് ഈ ഒരു നെറ്റ് ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ് ഇന്ത്യയിലെ ബേസിക് എലിജിബിലിറ്റി ഫോർ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഇൻ കോളേജസ്. ഓക്കെ, അപ്പൊ ഒരു കോളേജിൽ വർക്ക് ചെയ്യാണ് നമുക്ക് PG കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് വേണ്ടത് നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ്. അതാണ് അതിന്റെ എലിജിബിലിറ്റി എങ്കിലും ചില കേസസിൽ എന്ത് ചെയ്യും, ആരും ഇല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്ത ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മള് ഇല്ലാത്തവരെ എന്ത് ചെയ്യും, അവിടെ പ്ലേസ്മെന്റ് കൊടുക്കും. പക്ഷെ ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് നെറ്റ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം പുതിയൊരു പാറ്റേൺ വെച്ചിട്ട് അതല്ലെങ്കിൽ ഇപ്പൊ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നെറ്റ് എക്സാം 3 കാര്യത്തിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് മുന്നേ ആണെങ്കിൽ നെറ്റ് എക്സാമിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളുകളെ JRF എന്ന് പറയും, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്നുള്ള ഒരു ഇത് അവർക്ക് കൊടുക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസർച്ചിലേക്ക് വിത്ത് ഫെലോഷിപ്പിൽ കിടക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക്
ഇതിന്റെ സ്ലൈഡിൽ പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് നെറ്റ് എക്സാം, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമുക്ക് എന്തിനാണ് എലിജിബിലിറ്റി ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ. നിങ്ങൾ PG കഴിഞ്ഞു, ഇനി നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഒരു കോളേജിൽ പഠിപ്പിക്കുക എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് വേണ്ടി വരും, നെറ്റ് ക്വാളിഫൈ ചെയ്യേണ്ടി വരും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് എക്സാം എഴുതുന്നത്. ഇനി അങ്ങനെയല്ല, PG കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസർച്ചിലേക്ക് പോകണം. അപ്പൊ നിങ്ങൾക്ക് വിത്ത് ഫെലോഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് റിസർച്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നെറ്റിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ കിട്ടുന്ന ആളുകൾക്ക് ഒരു അവാർഡ് ഉണ്ടാവും. സോ അവർക്ക് PhD ചെയ്യെങ്കിൽ വിത്ത് ഫെലോഷിപ്പോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ദെൻ വൈ ബിഗ് ലേണിംഗ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഒരു എന്ന് പറയുന്ന ഓൺലൈനിന്റെ ഒരു കാലാണ് അല്ലെ. സോ ഒരുപാട് എന്തുണ്ട്, നമുക്ക് ചാനൽസുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസുകൾ ഉണ്ട് നമുക്ക് ഇതുപോലെയുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ നിന്ന് ബിഗ് ലേണിംഗ് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെക്നിക്കൽ എക്സാമുകൾക്കുമുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ട്, അതുപോലെ തന്നെ മറ്റ് എക്സാമുകൾ ഉണ്ടാവും, പക്ഷെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ടെക്നിക്കൽ എക്സാമുകൾ വരുന്ന എല്ലാ PSC എക്സാമുകൾ അതല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ എക്സാമിന്റെയും കോച്ചിങ് ക്ലാസ്സുകൾ ഇവിടെ ബിഗ് ലേണിംഗിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്കറിയാം PSC തന്നെ ഈ അടുത്ത് കുറെ ടെക്നിക്കൽ PSCകൾ വിളിക്കുന്നുണ്ട്. അതായത് കേരള PSCയിൽ കുറെ പോസ്റ്റുകൾ നമ്മുടെ BTech MTech അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ള പുതിയ കോഴ്സുകൾ ബേസ് ചെയ്തുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. സോ അതിലേക്കൊക്കെ ഉള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പ്രോഗ്രാമർ, അതുപോലെ തന്നെ പോളിയിൽ വരുന്ന CS ലെക്ചേഴ്സ്, AP അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഇൻ CS, IT, അതായത് എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഇതൊക്കെ ഈ റീസെന്റ് ആയിട്ട് എക്സാമുകളാണ്. സോ ഇതിലൊക്കെ ക്ലാസ്സുകൾ പ്രൊവൈഡ്, അതും നല്ല ക്ലാസ്സുകൾ തന്നെ ബിഗ് ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിരുന്നു. മാത്രമല്ല നമുക്ക് നല്ല റിസൾട്ടുകളും പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ഈ തൊട്ടടുത്ത് വന്ന റിസൾട്ട് PSC പ്രോഗ്രാമർ റിസൾട്ടിൽ 30 കാൻഡിഡേറ്റ്സ് നമ്മുടെ അതല്ലെങ്കിൽ ഇതുപോലെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന കുറെ ടീച്ചേഴ്സ് ഇപ്പോഴെന്താണ് ഈ ഒരു പോസ്റ്റിൽ കയറിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ ആ ഒരു ഇൻഫോർമേഷൻ ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിഗ് ലേണിംഗ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ടെക്നിക്കൽ കോഴ്സ് കഴിഞ്ഞു വന്ന ടീച്ചേഴ്സ് നടത്തുന്ന ഒരു കോഴ്സാണ്, ഒരു പ്ലാറ്റ്ഫോമാണ്. BTech അല്ലെങ്കിൽ MTech കഴിഞ്ഞ് വന്ന് അവരിതുപോലെ ഒന്നിച്ച് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതെല്ലാവർക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടുള്ള മറ്റൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നമുക്ക് നെറ്റിന്റെ കോച്ചിങ്ങിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും, പക്ഷെ അവിടെ എന്താണ് എല്ലാ എക്സാമിന് വേണ്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ ടെക്നിക്കൽ എക്സാമിന് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിഗ് ലേണിംഗ് ആയിരിക്കും. സോ അവിടെ ഓൾമോസ്റ്റ് നമ്മുടെ അതേ ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പൊ ഏത് രീതിയിലും നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാമിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിലബസ് അസിസ്റ്റ് ചെയ്യാന്, അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഇടയിൽ വരുന്ന വേറെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇതിന്റെ ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ബിഗ് ലേണിംഗിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് HSST CS, നമുക്കറിയാം നെക്സ്റ്റ് മന്തിൽ നമ്മൾ എല്ലാവരും എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇത്രയും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. സോ അത്രയും നല്ലൊരു ക്ലാസ് ആണ്. ബേസിക് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് സിയിൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ C പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് ഒന്നും അറിയില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ഓരോ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എക്സാംസിനെ കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് എപ്പോൾ ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെയല്ല. അപ്പൊ നമുക്കറിയാം നമ്മളൊക്കെ എന്താണ് ഇന്റഗ്രേറ്റഡ് PG ആ ഒരു നമ്മുടെ ഡിഗ്രി സിലബസുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നെക്സ്റ്റ് തൊട്ട് 4 ഇയർ ഡിഗ്രിയിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റംസ് എന്താണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷന്റെ എല്ലാ ഒരു മേഖലയിലും റിഫ്ലക്ട് ചെയ്യും. ഒന്നിച്ച് എന്താണ് ഒന്നിച്ച് മാറ്റം വരുന്ന എല്ലാ ഏരിയയിലേക്കും വരുന്ന റിഫ്ലക്ഷൻസ് വരും. എന്നാലും ഇപ്പോ നമുക്ക് നിലവിൽ ഇയർ ഡിഗ്രി ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് PG നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ PG ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു നെറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, ദെൻ നിങ്ങൾക്ക്
PG കിട്ടിക്കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ ഇക്വാലന്റ് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്ക്. ഇതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എങ്കിലും, അതായത് 55 മാർക്കോട് കൂടെ നമ്മൾ PG ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്തുണ്ടാവുക, ഓക്കെ. അപ്പോ ഓക്കെ. അപ്പോ നമുക്ക് ഈ ഒരു എക്സാം നമ്മൾ എന്താണ് നമ്മുടെ അതിന്റെ എലിജിബിലിറ്റി എന്ന് നോക്കാം. PG അപ്ലൈ ചെയ്ത് PG ജോയിൻ ചെയ്ത ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റിന് അപ്ലൈ ചെയ്യാനും നെറ്റിന് എക്സാം എഴുതാനും പറ്റും. പക്ഷെ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ്, ഇൻ കേസ് നിങ്ങൾ PG ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ നെറ്റ് ക്വാളിഫൈഡ് ആണ് എന്നുള്ളത് വെരിഫൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുവരെ എന്താണ്, നിങ്ങൾ ആ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് നമുക്ക് 3 ഇയർ ആണ് ആയിരുന്ന സമയത്ത്, NEP-ന്റെ മുന്നാണെങ്കിൽ 3+2 ആണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോളേജിയേറ്റ് എന്ന് പറയുന്നത് 3+2 ഇയേഴ്സ് ആണ്. സോ PG നമ്മൾ 2 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു നെറ്റിന്റെ വാലിഡിറ്റി കിട്ടുള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട് കോളേജുകളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതാണ് നമുക്ക് നിലവിൽ ഉണ്ടായിരുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ ഇനി അതിന്റെ ചേഞ്ചുകൾ നമ്മൾ NEP നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോൾ അതിന്റെ ചേഞ്ചസുകൾ നമുക്ക് വരാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ദെൻ എന്താണ്, ഇനി നമുക്ക് നെറ്റിന്റെ കൂടെ തന്നെയുള്ള ഒരു കാര്യമാണ് JRF എന്ന് പറയുന്നത്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ദെൻ അതെന്താണ്, നമുക്ക് മാക്സിമം ഏജ് ലിമിറ്റ് ഉണ്ട്. നെറ്റിന് നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ല, നമുക്ക് JRF-ന് മാത്രമാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. അപ് ടു 30 ഇയേഴ്സ് വരെയാണ് നമുക്ക് എന്ത് കിട്ടുക, JRF-ന് കിട്ടുക. ദെൻ റിലാക്സേഷൻ ഫോർ റിസർവ്ഡ് കാറ്റഗറീസ്. പക്ഷെ ഇതിന്റെ കൂടെ എന്തുണ്ട്, ലേഡീസിന് അതുപോലെ തന്നെ മറ്റ് റിസർവ്ഡ് കാറ്റഗറീസിനാണെങ്കിൽ 5 ഇയേഴ്സ് നമുക്ക് എക്സ്ട്രാ കിട്ടും. അപ്പോൾ നമ്മൾ JRF ക്വാളിഫൈ ചെയ്ത് നമുക്ക് റിസർച്ച് ചെയ്യണമെങ്കിൽ, ഫെലോഷിപ്പോട് കൂടി റിസർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ JRF കിട്ടുക എന്നുള്ളത് 35 ഇയേഴ്സിന്റെ ഇടയിലാണ്. നിങ്ങൾ 40 ഇയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് JRF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയും PhDക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല. അതായത് ഈ ഒരു ഫെലോഷിപ്പിൽ കഴിയില്ല, അല്ലാതെ നമുക്ക് ചെയ്യാം. ദെൻ പിന്നെ നെറ്റിനാണെങ്കിൽ നമുക്ക് ആ ഒരു ഏജ് ലിമിറ്റ് ഇല്ല. ഓക്കെ. അപ്പോ നിങ്ങൾ PG ഇപ്പോൾ ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കും. PG കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 55% മാർക്ക് നിർബന്ധമാണ് നെറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ. നിങ്ങൾ PG ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയർ ആണെങ്കിൽ സെക്കൻഡ് സെം തൊട്ടിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ ഇനി നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ PG കഴിയുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് PG കഴിയുമ്പോൾ ആ നെറ്റ് എന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറാം. ഓക്കെ. അപ്പോൾ ഇതാണ് എക്സാമിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ വരിക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം എക്സാം എന്താന്ന് പറഞ്ഞു അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത്, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും ഈ ഒരു എക്സാം. മേ ബി നിങ്ങൾ ആരെങ്കിലും ഈ ഒരു എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടാവും, അപ്പൊ നിങ്ങൾക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോ സിലബസ് അറിയാന്നുള്ളതാണ്. അപ്പൊ എക്സാം എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഏത് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിലും എന്താണ് ഒരു എക്സാമിന്റെ സിലബസ് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോ ഇതുവരെ നമ്മൾ തൊട്ട് മുന്നേ കഴിഞ്ഞ എക്സാം വരെ നമുക്ക് എന്തായിരുന്നു, CBT ആയിരുന്നു, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്കറിയാലോ ഇപ്പോ NTL എന്ത് വന്നു, ഈ ലാസ്റ്റ് എക്സാം അവർ എന്ത് ചെയ്തു, പേപ്പർ ബേസ്ഡ് എക്സാമിലേക്ക് തന്നെ തിരിച്ചു വന്നു. ദെൻ അവിടെ കുറെ ഇഷ്യൂസ് ഉണ്ടായി, ഇപ്പൊ ആ എക്സാം ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എക്സാമിന് ഇപ്പോൾ അവർ ഡേറ്റ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അത് പക്ഷെ ആ എക്സാം CBT ആണോ അതോ പേപ്പർ OMR ആണോ എന്നുള്ളത് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല.
മേ ബി പറയാത്തത് കൊണ്ട് ചിലപ്പോൾ OMR തന്നെ ആയിരിക്കാം. അത് നമുക്ക് എന്നാലും ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇതേ കേസിലാണ് ഇപ്പൊ എന്തുള്ളത്, NTA നടത്തുന്ന മറ്റൊരു എക്സാമാണ്. NTA തന്നെയാണ് നീറ്റ് എക്സാം നടത്തുന്നത്. സോ അവിടെ വന്ന ഇഷ്യൂസും കാര്യങ്ങളും ഇപ്പോൾ കോടതിയിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ NTA ഭാഗത്ത് നിന്ന് ചെറിയൊരു സൂചന ഉണ്ടായിരുന്നു, ചിലപ്പോ എന്ത് ചെയ്യും, നീറ്റിന്റെ എക്സാം OMR മാറ്റിയിട്ട് CBT പോകും എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇനി പറയാൻ പറ്റില്ല OMR ആണോ അത് CBT ആണോ എന്നുള്ളത്. ഇപ്പൊ ക്യാൻസൽ ചെയ്ത എക്സാം എന്തായാലും മേ ബി എന്തായിരിക്കും OMR തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം അവര് എന്താണെന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ August 21 ആ ഒരു എക്സാം എന്നുള്ള ഡേറ്റ് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ചേഞ്ചുകളൊന്നും പറഞ്ഞിട്ടില്ല. ദെൻ പിന്നെ നമുക്ക് 2 പേപ്പറാണ് പഠിക്കാനുള്ളത്, പേപ്പർ 1 പേപ്പർ 2. സോ പേപ്പർ 1 എന്ന് പറഞ്ഞാൽ എന്താ, അത് ജനറൽ പേപ്പർ ആണ്. അത് കോമൺ ഫോർ ഓൾ സബ്ജക്ട്, എല്ലാ സബ്ജക്റ്റിലും അതായിരിക്കും കോമൺ ആയിട്ടുണ്ടാവുക. അത് 15 മാർക്സിനാണ്. അതായത് അവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത്, അത് സബ്ജക്റ്റ് ആവില്ല. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇനി അതർ സ്ട്രീം എന്നാണ് വരുന്നതെങ്കിലും എല്ലാവർക്കും ജനറൽ ആയിട്ട് ഒരേ സിലബസ് ആണ് ഉണ്ടാവുക. പക്ഷെ ഓരോ ഷിഫ്റ്റിനനുസരിച്ചും ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, ദെൻ അവിടുന്ന് 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക 100 മാർക്സിന്. നമുക്ക് ടോട്ടലി 300 മാർക്സിനാണ് എക്സാം ഉണ്ടാവുക. അതിൽ 100 മാർക്സിന് നമുക്ക് ജനറൽ ഏരിയ എന്ന് വരും. ദെൻ ബാക്കി 200 മാർക്സ് നമ്മുടെ എന്തായിരിക്കും, സബ്ജക്ട് പേപ്പറിനായിരിക്കും വരും. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ സബ്ജക്ട് എന്നായിരിക്കും ബാക്കി 200 മാർക്സ് വരും. ഓക്കെ, അപ്പൊ അവിടുന്ന് 100 ക്വസ്റ്റ്യൻസിന് 200 മാർക്കിനായിരിക്കും ഉണ്ടാവുക പേപ്പർ 2. ദെൻ ഈ ഒരു എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് 180 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് 3 ഹവേഴ്സിന്റെ ഉള്ളിൽ ഈ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ 300 ക്വസ്റ്റ്യൻസ് വിത്തിൻ 3 ഹവേഴ്സിന്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമുക്ക് 1.2 മിനിറ്റ്സ് കിട്ടും പെർ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ എക്സാമിന്റെ പാറ്റേൺ എന്താന്ന് മനസ്സിലാക്കി, എക്സാം എന്താന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഫ്രീക്വന്റ്ലി നടക്കുന്ന എക്സാം ആണ്. അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പെർ ഇയറിൽ ടു എക്സാംസ് പെർ ഇയറിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ എന്തറിയണം, ഈ ഒരു എക്സാമിന്റെ ടൈമിങ്, ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താ, മേ ബി നമുക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പൊ നമ്മൾ എന്താവും, ഭയങ്കര ഡിപ്രസ്ഡ് ആവും. പക്ഷെ നമുക്ക് അങ്ങനെ ഡിപ്രസ്ഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം എന്താ, തൊട്ടടുത്ത് 6 മാസത്തിന്റെ ഗ്യാപ്പിൽ അടുത്തൊരു എക്സാം വരാണ്ട്. മേ ബി ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല, ഫസ്റ്റ് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നമുക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അത് നമ്മുടെ ലൈഫിന്റെ എൻഡ് ഒന്നുമല്ല. നമുക്ക് എന്താണ്, നെക്സ്റ്റ് 6 മന്ത് കഴിഞ്ഞാൽ അടുത്ത എക്സാം വരാനുണ്ട്. സോ നമുക്ക് നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾക്ക് അത് വേണമെന്ന് വിചാരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതിനുള്ള ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഡേറ്റുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പെർ ഇയറിൽ 2 എക്സാംസ് ആണ് നടത്തുന്നത്. കോമൺ ആയിട്ട് ജൂണിലും അതുപോലെ തന്നെ ഡിസംബറിലുമാണ് എക്സാം നടത്തുന്നത്. ഓക്കെ, ജൂണിലും ഡിസംബറിലും ആയിട്ടായിരിക്കും എക്സാം നടത്തുക. സോ ജൂണിലാണെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വരല് മാർച്ചിലൊക്കെ വരും. ദെൻ നമുക്ക് ഏപ്രിലാവുമ്പോൾ അതിന്റെ എന്താണ്, സബ്മിഷന്റെ ഡേറ്റ് കഴിയും. മാർച്ച് തൊട്ട് ഏപ്രിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം വരും. ദെൻ പിന്നെ ഇനിയിപ്പോ ഡിസംബർ എക്സാം ആണെങ്കിൽ സെപ്റ്റംബറിലൊക്കെ അതിന് നോട്ടിഫിക്കേഷൻ വരും. ഒക്ടോബറിൽ നമുക്ക് ഡേറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ ഡിസംബർ ആകുമ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ്, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു 3 months ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കിട്ടുക. സോ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നാല് നമുക്ക് എന്താവുന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡുകൾ നോക്കാം. നിങ്ങൾക്ക് എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സൈഡിലാണ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാം എന്താന്ന് പറഞ്ഞു. ദെൻ എക്സാമിന്റെ സിലബസ് എങ്ങനെയാണ്, പാറ്റേൺസ് എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു. ഇത് നമുക്ക് എപ്പോഴൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഇനി നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ JRF ക്വാളിഫൈ ചെയ്തു, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് വന്നിട്ടുള്ള ചേഞ്ച് അനുസരിച്ച് എന്താണ്, 3 കാറ്റഗറി ആയിട്ടാണ് ഇനി നെറ്റ് റിസൾട്ടിന് അവർ കാറ്റഗറൈസ് ചെയ്യുക. ഒന്ന് നെറ്റിന് വേണ്ടിയിട്ട്, പിന്നെ PhD അഡ്മിഷന് വേണ്ടിയിട്ട്, പിന്നെ JRFന് വേണ്ടിയിട്ട്. സോ നെറ്റും JRFും മാറ്റമൊന്നുമില്ലാതെ കഴിഞ്ഞ പോലെ തന്നെയാണ്. പ്ലസ് അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ നമ്മൾ ഇവിടെ നോട്ട് ചെയ്യാണ്ട്, എന്താണ്, PhD അഡ്മിഷൻ പ്രോസസ് വിൽ ബി കൺസിഡർ 70% ഓഫ് ദ കാൻഡിഡേറ്റ്സ് UGC നെറ്റ് സ്കോർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഞാൻ ഓൾറെഡി നെറ്റ് ക്വാളിഫൈഡ്
ക്വാളിഫൈഡ് ആണ്, പക്ഷെ എനിക്ക് JRFലേക്ക് എത്താൻ പറ്റിയില്ല. JRFലേക്ക് എത്തുകയാണെങ്കിൽ എന്താ, നമുക്ക് വിത്ത് സ്കോളർഷിപ്പോട് കൂടി റിസർച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് പറയുന്നുണ്ട് എത്രയാന്നുള്ളത്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എന്താണ് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുടെ സാലറിന്റെ അടുത്തുള്ള സാലറി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസർച്ച് ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് അതിന്റെ എമൗണ്ട് കയ്യിൽ നമുക്ക് ഓരോ മന്ത്ലി ആയിട്ട് നമുക്ക് ഫെലോഷിപ്പും വരും. ഓക്കെ, അപ്പോ എന്താണ് ഇൻ കേസ് എന്താണ് എന്തോ ചെറിയ മാർക്കിന് എന്ത് പറ്റിയില്ല, എനിക്ക് JRFലേക്ക് എത്താൻ പറ്റിയില്ല, പക്ഷെ നമുക്ക് റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റികൾ സാധാരണയായിട്ട് നേരിട്ട് PhDക്ക് കോൾ ഫോർ ചെയ്യും. അപ്പൊ JRF ഉള്ളവർക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ JRF ഉള്ളവർക്കായിരിക്കും അവിടെ കൂടുതൽ പരിഗണന കിട്ടുക. അപ്പൊ അവർക്ക് എന്ത് കിട്ടും, ഫെലോഷിപ്പോട് കൂടി ചെയ്യാം. അതല്ലെങ്കിൽ ഇതുവരെ യൂണിവേഴ്സിറ്റികൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താ, ഈ അപ്ലൈ ചെയ്തതിൽ JRF ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അനദർ ഒരു എക്സാം കണ്ടക്ട് ചെയ്യും. PhDക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു എക്സാം കണ്ടക്ട് ചെയ്യും. എന്നിട്ട് ആ ഒരു എക്സാമിന്റെ ബേസിലാണ് PhDക്ക് അഡ്മിഷൻ കൊടുക്കുക. പക്ഷെ ഇനി തൊട്ട് NTA അല്ലെങ്കിൽ UGCന്റെ റെഗുലേഷൻ എന്താന്ന് വെച്ചാല്, ഇനി യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യണ്ട, ഒരു പുതിയതായിട്ട് PhD അഡ്മിഷന് വേണ്ടി മാത്രമായിട്ട് ഒരു എക്സാം കണ്ടക്ട് ചെയ്യണ്ട. അവരെന്ത് ചെയ്യണം, അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ 70% മാർക്ക്, അപ്പോൾ അവരെന്ത് ചെയ്യാണ്, ഒരു ഇന്റർവ്യൂ വെച്ചിട്ട് 100 മാർക്കിലാണ് മാർക്ക് ഇടുന്നത്. PhD അഡ്മിഷന് വേണ്ടിയിട്ട് 100 മാർക്സിൽ ഇടുകയാണെങ്കിൽ ഇതിൽ 70 മാർക്സ് എന്ത് ചെയ്യണം, അവർക്ക് നെറ്റിൽ എത്ര മാർക്കാണോ കിട്ടിയത് ആ മാർക്കിനെ ഈ 100ലേക്ക് എടുക്കണം. ബാക്കി 30 മാർക്സ് എന്നാണ് ഇന്റർവ്യൂവിന്റെ മാർക്ക് ഉണ്ടാവുക. അപ്പൊ ഇനി ഒരു യൂണിവേഴ്സിറ്റിയിലും PhDക്ക് വേണ്ടിയിട്ട് വേറൊരു എൻട്രൻസ് എക്സാം ഉണ്ടാവില്ല. നമ്മുടെ നെറ്റിന്റെ സ്കോർ എന്താണോ അതായിരിക്കും നമ്മുടെ PhD അഡ്മിഷന് വേണ്ടിയിട്ട് എടുക്കുക. പക്ഷെ അത് മാത്രമല്ല, അതിന്റെ കൂടെ 30 മാർക്സിന് നമുക്കൊരു വൈവ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ആ ഇന്റർവ്യൂവിലെ മാർക്കും കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ PhDന്റെ അഡ്മിഷൻ വരിക. സോ ഇതുവരെയുള്ള നെറ്റിന്റെ കാർഡ് ഇപ്പൊ നിങ്ങൾ നെറ്റിന് റിസൾട്ട് അല്ല, നെറ്റ് ക്വാളിഫൈ ചെയ്തവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് കാണുകയാണെങ്കിൽ അതിൽ നമ്മൾ സ്കോർ ഉണ്ടാവില്ല. നമ്മൾ എലിജിബിൾ ഫോർ അസിസ്റ്റന്റ് പ്രൊഫസറിനോ അല്ലെങ്കിൽ എലിജിബിൾ ഫോർ ജൂനിയർ റിസർച്ച് ഫെല്ലോ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എത്രത്തോളം മാർക്കാണ് സ്കോർ ചെയ്തതെന്നുള്ളത് നമുക്ക് റിസൾട്ട് വരുന്ന സമയത്ത് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ആ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവില്ല. പക്ഷെ ഇനി വരുന്ന സർട്ടിഫിക്കറ്റിന്റെ കൂടെ നമ്മൾ മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. സോ ആ മാർക്കിന്റെ ബേസിലായിരിക്കും നമ്മൾ PhD അഡ്മിഷനും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ വൈ ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ്, ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു എക്സാം ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇപ്പൊ നിങ്ങൾ പത്രത്തിൽ ഇതിന്റെ ന്യൂസ് കാണുമ്പോൾ ഇത്ര പേര് അപ്ലൈ ചെയ്തു, ഇത്ര പേര് ക്വാളിഫൈ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. സോ എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആവുന്നത്? അപ്പൊ ഫസ്റ്റത്തെ കാര്യം എന്താണ്, നമുക്ക് ഒരു ലെക്ചറർ ആവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിലേക്ക്. നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ആണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ എന്താണ്, അവിടെ നെറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന് എന്തായാലും ഒരു വാല്യൂ ഉണ്ടാവും. നെറ്റ് ഇല്ലാത്ത കുറെ പേരുണ്ടാവും. അവിടെ നെറ്റ് ഉള്ളത് നിങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് അതിന് ഒരു ബെനിഫിറ്റ് എന്തായാലും കിട്ടും എന്നുള്ളതാണ്. ആൾസോ പ്രയോറിറ്റി ഇൻ പ്രൈവറ്റ് കോളേജസ്, പിന്നെ പ്രയോറിറ്റി ഫോർ PhD അഡ്മിഷൻ. സോ ഇത് പ്രയോറിറ്റി അല്ല, ഇനി ഇത് എന്തായിട്ട് മാറി, നമ്മുടെ മാർക്ക് തന്നെ അവിടെ ആയിട്ട് മാറി അല്ലെ. അപ്പൊ എന്താണ്, PhD അഡ്മിഷന് നമുക്കിപ്പോ എന്താണ്, നെറ്റിന്റെ സ്കോർ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് വരുന്നത് വരെ, സ്കോർ വരുന്നത് വരെ എന്തായിരുന്നു, 60% സീറ്റ് ഫോർ PhD ബേസ്ഡ് ആണ്. അതാണ് 60% എന്ത് വേണം, ഈ PhDന് അഡ്മിഷൻ വരിക നമ്മുടെ നെറ്റിന്റെ സ്കോറിന്റെ ബേസിലായിരിക്കും. ദെൻ പിന്നെ നമുക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഫണ്ടഡ് പ്രൊജക്ടുകൾ ഉണ്ടാവും. ആ പ്രൊജക്റ്റിലേക്ക് ചില സമയത്ത് ചില ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യും. സോ ആ ഇന്റർവ്യൂലൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ അതിന് എന്താണ്, അതൊരു എലിജിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരുപാട് പ്രൊജക്ടുകൾ, ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന പ്രൊജക്ടുകൾ ഒരുപാട് വരാറുണ്ട്. അതിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നെറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ബെനിഫിറ്റ് തന്നെയാണ്. സോ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾ PG കഴിഞ്ഞു, അത് മാത്രമായാലും നിങ്ങളുടെ ഇപ്പൊ നമുക്കൊക്കെ എന്താണ്, +2 കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രിക്ക് പോകാം, ഡിഗ്രി കഴിഞ്ഞാൽ നമ്മൾ PGക്ക് പോകാം, PG കഴിഞ്ഞാൽ പിന്നെ എന്താ, പിന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു എയിം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും നിൽക്കുക. പക്ഷെ അതൊരിക്കലും ശരിയല്ല. നമ്മൾ PG കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് അതൊരു വാല്യൂ ഉള്ള ഒരു കാര്യമല്ല. അതിന്റെ കൂടെ പ്ലസ് നിങ്ങൾക്ക് നെറ്റും കൂടെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതൊക്കെയാണ്. ഇനി നമ്മൾ ഇന്റഗ്രേറ്റഡ് PG ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഒരു രീതിയിലല്ല പുറത്ത് കഴിഞ്ഞ് വരിക. നിങ്ങൾ PG കഴിഞ്ഞ് വരുമ്പോഴേക്ക് നിങ്ങളുടെ കയ്യിൽ ഒന്നുകിൽ എന്തുണ്ടാവും, നിങ്ങളുടെ അടുത്ത് ഒരു സ്കില്ലിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതല്ലെങ്കിൽ ഇതുപോലെ റിസർച്ചിലേക്ക് പോകാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോ
അതിന്റെ കൂടെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് റിസർച്ചിലേക്ക് പോകണമെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ടീച്ചിങ്ങിലേക്ക് പോകണമെങ്കിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നെറ്റ് എക്സാം എന്ന് പറയുന്നത്. സോ ഇനി നെറ്റ് അല്ല നമുക്ക് JRF ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. ഒന്ന് നമുക്ക് അക്കാഡമിക് കരിയറിൽ, അതായത് ഇപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ഇന്റർവ്യൂ ഉണ്ട്, സോ നിങ്ങൾ അപ്ലൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് JRF ഉണ്ട്, പക്ഷെ നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്ക് നെറ്റ് ഉള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് JRF-ന് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. നമുക്ക് നെറ്റിന് മാർക്ക് കിട്ടുക 10 ആണെങ്കിൽ JRF-ൽ നമുക്ക് 12 അല്ലെങ്കിൽ 15 മാർക്സ് ഒക്കെയാണ് കിട്ടുക. ഓക്കെ, അപ്പോ JRF ഉള്ളവർക്ക് എന്തായാലും അവിടെ ഒരു ഹയർ പ്രയോറിറ്റി വരും. ദെൻ ഇനി നെക്സ്റ്റ് നമുക്ക് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് PhD-ക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. പിന്നെ അത് മാത്രമൊന്നല്ല, നമുക്ക് എന്താണ് ഗവൺമെന്റ് റൈസ് ചെയ്യുന്ന ചില ഫണ്ടഡ് പ്രൊജക്ടുകൾ ഉണ്ടാവും. അതിലൊക്കെ അതെന്താണ് നമുക്ക് JRF-ന്റെ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ബെനിഫിറ്റ്സ് ആണ് അത് തരുന്നത്. സോ ഈ ഒരു പ്രൊജക്ടുകളൊക്കെ എന്താണ് ഫണ്ടഡ് ആണ്, അതായത് നമുക്ക് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഫണ്ടിങ് ഉണ്ടാവും, അതായത് നമുക്ക് സാലറി അല്ലെങ്കിൽ നമുക്ക് ഓരോ മന്ത്ലി നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും. ദെൻ സ്കോളർഷിപ്പ്. ഇനി നിങ്ങൾ JRF-ന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ് 37,000 ആണ്. പ്ലസ് അതിന്റെ കൂടെ HRA ഇങ്ങനെയുള്ള എല്ലാ ബെനിഫിറ്റ്സും ഉണ്ടാവും. ഓക്കെ, ദെൻ അത് മാക്സിമം എത്ര വരെ പോവാം, അറൌണ്ട് 50,000 വരെ അതെത്താം. സോ ഇത്രയും, അതായത് ഒരു ഗവൺമെന്റ് ജോലിക്കാർക്ക് കിട്ടുന്ന അതേ ബെനിഫിറ്റോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ JRF-ലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും കിട്ടൂല. പക്ഷെ നെറ്റിനാണെങ്കിൽ ഓക്കെ, നമുക്ക് നമ്മൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിലേക്ക് ഇരുന്നാൽ നമുക്ക് കിട്ടും. പക്ഷെ JRF-ലേക്കാണെങ്കിൽ നിങ്ങൾ 100% അതിലേക്ക് കൊടുത്താൽ നമുക്ക് റിസൾട്ട് വരും. ഓക്കെ, കാരണം എന്താണ് അത്രയും ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിന് വേണ്ടിയിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ JRF ക്വാളിഫൈ ചെയ്ത് പോയിട്ടുള്ള കുറെ സ്റ്റുഡൻസ് ഉണ്ട്. സോ അങ്ങനെയും അത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഇതെന്താണ് ഈ ഒരു അബൌട്ട് 50,000 എന്ന് പറയുന്നത് എപ്പോഴാണ്, നമുക്ക് ഫസ്റ്റ് 2 ഇയേഴ്സിലാണ്. സോ JRF ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 5 ഇയേഴ്സ് 2+3 5 ഇയേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ച് ചെയ്യാം. അതിൽ 2 ഇയറിൽ നമുക്ക് കിട്ടുന്നത് അറൌണ്ട് 50,000 ആണ്. ദെൻ അത് പിന്നെ വരുന്നത് നമ്മൾ 3 ഇയേഴ്സ്, ബാക്കി 3 ഇയേഴ്സ് നമ്മൾ JRF അല്ല, ജൂനിയർ അല്ല, നമ്മൾ SRF ആണ്, സീനിയർ റിസർച്ച് ഫെല്ലോ ആണ്. ബാക്കി 3 ഇയേഴ്സ്. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 55,000 ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു ഇത്രയും ബെനിഫിറ്റ് ഉള്ളതാണ് നമുക്ക് നെറ്റും JRF എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഒരു കോളേജ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, ഒന്നുകിൽ നിങ്ങൾ റിസർച്ചിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു കോളേജ് ടീച്ചിങ്ങിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പുതിയതായിട്ട് റിവൈസ്, ആദ്യം 31 ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ അത് റിവൈസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു എന്താണ് UGC-ന്റെ ഫെലോഷിപ്പിന്റെ ഒരു എന്താണ് നോട്ടീസ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ തന്നിട്ടുള്ള എമൗണ്ട് എന്നുള്ളത്. ഫസ്റ്റ് ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ അത് ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിലൊക്കെ സയൻസ് സ്ട്രീമിലാണ് വരിക. സോ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ആ ഒരു എമൗണ്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിന്റെയൊക്കെ കൂടെ HRAയും അതുപോലെ തന്നെ ബാക്കിയുള്ള ബെനിഫിറ്റ്സുകൾ ഉണ്ട്, കണ്ടിജൻസി HRA എന്നൊക്കെ പറയുന്നുള്ള ബെനിഫിറ്റ്സുകൾ നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഇപ്പോൾ NEP ഇംപ്ലിമെന്റ് ചെയ്ത് വരികയാണ്. അതുപോലെ തന്നെ പുതിയതായിട്ട് 2 രീതിയിലാണ് ഇപ്പൊ നമ്മൾ ചേഞ്ചസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്ന് പുതിയ നോട്ടിഫിക്കേഷനിൽ തന്നെ വന്നു, അതാണ് നമുക്ക് OMR ബേസ്ഡ് ആണ് ടെസ്റ്റ് വന്നത്. പിന്നെ എന്താണ്, ഇതുവരെ നെറ്റും JRF-ഉം ആണ് ഉണ്ടായിരുന്നത്. അതിലൊരു മാറ്റം വന്നിട്ട് എന്ത് ചെയ്തു, PhD അഡ്മിഷന് വേണ്ടിയിട്ട് നെറ്റിന്റെ സ്കോർ ആഡ് ചെയ്തിട്ട് വരും. സോ ഈ 2 ചേഞ്ചസ് ആണ് നമുക്ക് നോട്ടിഫിക്കേഷനിലൂടെ വന്നത്. ബട്ട് ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് NEP 2022 ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മൊത്തം ഹയർ എഡ്യൂക്കേഷനിൽ അതിന്റെ റിഫ്ലക്ട് ഉണ്ടാവും. സോ ആ റിഫ്ലക്ട് തന്നെ നമുക്ക് എവിടെയും കാണാൻ പറ്റും. ഇനി നമ്മുടെ PhD-ന്റെ നമ്മുടെ നെറ്റിന്റെ എക്സാമുകളിലും അതുപോലെ തന്നെ നെറ്റിന്റെ ക്വാളിഫിക്കേഷൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ചേഞ്ചിന്റെ റിഫ്ലക്ട് ഉണ്ടാവും. സോ എന്താണ് ആ ഒരു ചേഞ്ചസ് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത്, ഇപ്പൊ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഈ ഒരു NEP-ന്റെ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, നമുക്ക് 4 ഇയർ ഇന്റഗ്രേറ്റഡ് PG ചെയ്യുന്ന സമയത്ത് നമ്മൾ 4th ഇയറിലാവുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നെറ്റിന് അപ്ലൈ ചെയ്യാനും ക്വാളിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, ഇതുവരെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്
3 ഇയർ നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമുക്ക് നെറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, PGക്ക് അഡ്മിഷൻ എടുത്തിരിക്കണം നിർബന്ധമാണ്. സോ 4th ഇയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവർ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, PGന്റെ ഫസ്റ്റ് ഇയർ ആണ്. സോ ആ സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. മാത്രമല്ല ഇൻ കേസ് ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾ ക്വാളിഫൈ ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 2 ഇയർ PG കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കോളേജിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഇന്റഗ്രേറ്റഡ് PG ആണെങ്കിൽ നിങ്ങൾ 4th ഇയറിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാം. പിന്നെ 5th ഇയറിലേക്ക് നിങ്ങൾ പോകണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് കോളേജിലേക്ക് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് കയറാം, നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായത് 4 ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 ഇയർ ഇന്റഗ്രേറ്റഡ് PGയിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ 5th ഇയർ ക്വാളിഫൈ ചെയ്യണം, 5th ഇയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം നിർബന്ധമില്ല. പിന്നെ നിങ്ങൾക്കറിയാം നമുക്ക് എന്താണ് ഒരു CBT ഒക്കെ ഉണ്ട് അല്ലേ, നമ്മളൊരു എന്താണ് സ്കോർ ബാങ്ക് ഒക്കെ ഇതിന്റെ കൂടെ അല്ല ABC ആണ്, ABC ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് എന്താണ് ഒരു അക്കാദമിക് ബാങ്ക് സ്കോർ ഉണ്ട്. സോ ആ ഒരു സ്കോർ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ 2 ഇയർ കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് PGന്റെ 5th ഇയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതായത് 2nd ഇയർ PG നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരു ചേഞ്ച് ആണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു നെറ്റിന്റെ എക്സാമിൽ കാണുന്നത്. സോ അപ്പൊ എന്താണ് ഈ ഒരു ചേഞ്ച് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇതെങ്ങനെ നമ്മുടെ സിലബസിലേക്കും അതുപോലെ തന്നെ നമ്മുടെ നെറ്റിന്റെ എക്സാമിലേക്കും എങ്ങനെ റിഫ്ലക്ട് ചെയ്യും, അവിടെയാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അപ്പൊ എന്താണ്, 4 ഇയർ പഠിച്ച ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ നെറ്റ് എക്സാമിന്റെ സിലബസ് മാറും. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മുടെ ഫസ്റ്റ് പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് മുന്നേ വരെ നമുക്ക് ഫസ്റ്റ് പേപ്പറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ നോക്കിയാലും നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെയല്ല, 2 പേപ്പർ ഒരേപോലെ നിങ്ങൾ പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഫസ്റ്റ് പേപ്പറിന്റെ ഏരിയാസ് ഇങ്ങനെ ടഫായിട്ട് വരികയാണ്. ഫസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരുന്നപ്പോൾ നമ്മളെ ടീച്ചേഴ്സ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്ന രീതിയിൽ നമുക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈ റീസെന്റിലായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിൽ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മാർക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താണ്, അവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് പേപ്പറിൽ. അവിടെ നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ നല്ലാണ് നമ്മൾക്ക് BEdലൊക്കെ നമ്മൾ അത്രയും എടുത്ത് പഠിക്കുന്ന ഏരിയാസ്. അതുപോലെ തന്നെ ടീച്ചിങ്ങിലൊക്കെ വരുന്നത് സൈക്കോളജി ബേസ് ചെയ്തിട്ടുള്ള, സ്റ്റുഡൻറ് സൈക്കോളജി ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അതായത് ടാക്സോണമി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇൻഡെപ്ത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ലോജിക്കൽ റീസണിംഗ് എന്നൊക്കെ വരുമ്പോൾ ഇപ്പൊ വരുന്നത് ഇന്ത്യൻ ലോജിക് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതിന് മാത്രമായിട്ട് എസ്പെഷ്യലി നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികൾ മോസ്റ്റ് എന്താണ്, നമുക്ക് BEd എന്നുള്ളത് ഒരു ഓപ്ഷണലാണ്, BEd എടുക്കണം എന്നില്ല, അല്ലെങ്കിൽ BEd എല്ലായിടത്തും അവൈലബിൾ അല്ല. സോ നമ്മൾ അങ്ങനെ ആരും BEd അത്ര ഫോക്കസ് ചെയ്ത് പഠിച്ചു വന്നിട്ടുള്ളവരാവില്ല. അപ്പൊ ഈ 10 പേപ്പർ നമ്മൾ അതേ ഇമ്പോർട്ടന്റിൽ, നമ്മൾ സബ്ജക്ട് പേപ്പേഴ്സ് എങ്ങനെയാണോ നമ്മൾ പഠിക്കുന്നത് അതേ ഇമ്പോർട്ടന്റിൽ ഈ 10 പേപ്പറും കൂടെ നമ്മൾ പഠിക്കേണ്ടി വരും. സോ നമ്മൾ കാണാൻ പോകുന്ന ചേഞ്ച് മേ ബി എന്തെന്നെയായിരിക്കും, ഈ ഒരു ജനറൽ പേപ്പറിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയായിരിക്കും. അവിടെ എന്താണ്, ഒരു ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾ, അത്യാവശ്യ നോളേജ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇനി നമുക്ക് പേപ്പർ 1നെ അത്ര നല്ല സ്കോറിലേക്ക് കാണാൻ കഴിയും. ദെൻ പിന്നെ വരുന്ന നമ്മൾ സബ്ജക്ട് ബേസിൽ വരുന്ന ചേഞ്ച് കാണാം. പക്ഷെ സബ്ജക്ട് ബേസിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോസ്റ്റ് ഇപ്പൊ ഈ ഒരു കമ്മിങ് അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇറ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ AI മെഷീൻ ലേണിംഗ് ഈ ഒരു ട്രെൻഡാണുള്ളത്. സോ ആ ഒരു ട്രെൻഡിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ എന്താണ്, നമ്മൾ ഏരിയ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് നമുക്ക് അവിടെ വലിയ ചേഞ്ചസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാനില്ല. സോ നമുക്ക് മേ ബി ജനറൽ ഏരിയയിലായിരിക്കും കൂടുതൽ കണ്ടന്റ്സുകൾ ആഡ് ചെയ്ത് വരാന്നുള്ളതാണ് ഒരു എക്സ്പെക്ടേഷൻ. എന്തായാലും എന്താണ്, ഇനി നമ്മളോട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് 4 വർഷം മാത്രം പഠിച്ചിട്ട് നെറ്റ് നല്ല രീതിയിൽ ക്വാളിഫൈ ചെയ്ത് വരുന്ന ആളുകളായിരിക്കും നിങ്ങൾ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അവരപ്പോ നോക്കണോ അതോ അവരെ പഠിച്ചിറങ്ങണതിന്റെ മുന്നേ നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആരാണ്, നിങ്ങളാണ്. ഓക്കെ, അപ്പോ ഈ 2 കാര്യങ്ങളാണ് നമുക്ക് എലിജിബിലിറ്റി ഫോർ നെറ്റിനും പിന്നെ ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസിൽ വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ NEP 2020 നമ്മൾ ഇന്റഗ്രേറ്റഡ് PG വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി
അപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് നെറ്റ് എക്സാം എന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസും ഇൻ കേസ് നിങ്ങൾ അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താണ് വേണ്ടത്? അപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെ ബെനിഫിറ്റുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾ PG മാത്രം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കണോ, അങ്ങനെ PG മാത്രം കൊണ്ട് നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവോ എന്നൊക്കെ നിങ്ങൾക്ക് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിന് മനസ്സിലായിട്ടുണ്ടാവും. സോ നിങ്ങൾ ഇത്രയും കാലം ഇരുന്ന് പഠിച്ചത് അല്ലെ, അതിന്റെ ഒരു കൺക്ലൂഷൻ ആണ് നമ്മൾ ഇപ്പൊ എത്തിയിരിക്കുന്നത്. അതൊരു ഒരു നല്ലൊരു കൺക്ലൂഷനിലേക്ക് പോകണം. അതോ നിങ്ങൾ ഇതുവരെ എത്രയോ എക്സാമിന് ചിലപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ഉറക്കൊഴിഞ്ഞൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അതിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണം. നിങ്ങൾക്ക് കോളേജിൽ നിങ്ങൾക്കൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് കയറണം. അങ്ങനെയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം. ദെൻ അങ്ങനെയാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും എനിക്കത് കിട്ടുമോ, അന്ന് എല്ലാവർക്കും എന്തായാലും നിങ്ങൾ നിങ്ങൾ PG വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്കൂൾ പഠിച്ച സമയത്ത് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന കുറെ പേര് എന്തായാലും ഇപ്പൊ PGയിൽ എത്തിയിട്ടുണ്ടാവില്ല. അവരെ എത്താതെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്താണ്, അവരെക്കാളും കൂടുതൽ, അതായത് നമ്മുടെ ചുറ്റുപാടിലുള്ള കുറച്ച് ആളുകളെക്കാട്ടിലും കൂടുതൽ എന്തോ കുറച്ച് ബെനിഫിറ്റ്സ്, മേ ബി അവർക്ക് വേറെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ടാവും, എന്നാലും അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു ടീച്ചിങ്ങിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷൻ ഏരിയയിലേക്ക് നിങ്ങൾക്ക് എന്തോ ഒരു ബെനിഫിറ്റ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ എത്തിയത്. ദെൻ അതിന് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താവണം, നല്ലൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ നിങ്ങൾ റെഡി ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു കോച്ചിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം? ദെൻ ഏറ്റവും നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറയുന്നത് നിങ്ങളെ PG ടൈം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ ആരെടുത്ത് പറയുന്ന സമയത്ത് ഞാൻ അതന്നെ പറയാം, നിങ്ങൾ PG പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാൽ നിങ്ങൾ എന്തായാലും ഇതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യണം. നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ അതാ പറയുന്നത്, ഒരു എക്സാം വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 500 അല്ലെങ്കിൽ ഇപ്പൊ ഒരു 600 അല്ലെങ്കിൽ 800ന്റെ അത്രയും റുപ്പീസ്, അതായത് നമ്മൾ സാധാരണ ചെലവാക്കുന്ന കുറച്ച് ക്യാഷ് നിങ്ങൾ ഒരു മന്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ ചോക്ലേറ്റ് വാങ്ങാനും മറ്റും സ്പെൻഡ് ചെയ്യുന്ന ഒരു മന്തിന്റെ ക്യാഷ് നിങ്ങളൊന്ന് മാറ്റി വെച്ചാൽ മതി അല്ലെ. ഒരു മാസം നമുക്ക് 2 ചോക്ലേറ്റ് വാങ്ങുന്നത് കുറച്ചിട്ട് നിങ്ങളൊന്ന് മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടി മാറ്റി വെച്ചൊരു ക്യാഷിന്റെ പകുതി എടുത്തിട്ട് വെച്ചാലും നമുക്ക് നെറ്റിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അത്ര മാത്രമേ നമുക്ക് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കി വേണ്ടത് എന്താണ്, നമ്മുടെ പ്രിപ്പറേഷൻ തന്നെയാണ്. സോ നമുക്ക് പ്രിപ്പറേഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യമാണ് വേണ്ടത്, ടൈമും പിന്നെ നമ്മുടെ മോട്ടിവേഷൻ ലെവലും. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മേ ബി ഇതിന്റെ മുന്നേ നിങ്ങൾ നെറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ മേ ബി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടാവും വൈ, എന്തുകൊണ്ടാണ് ഞാനത് ക്വാളിഫൈ ചെയ്യാത്തത്. മോസ്റ്റ് ഓഫ് us അല്ലെ, നമ്മളെ അധിക പേരും എന്തായിരിക്കും, നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ നിങ്ങൾക്ക് നെറ്റ് അപ്ലൈ ചെയ്യേണ്ട സമയാട്ടോ, ഓക്കെ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും പോയി. അപ്പൊ നമ്മള് ഹോൾ ടിക്കറ്റ് വന്നപ്പോ നമ്മൾ പ്ലേസ് നോക്കി. അപ്പൊ നോക്കുമ്പോ നമ്മുടെ അടുത്തൊന്നല്ല, കുറച്ചൊരു വിട്ടുള്ള സ്ഥലമാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതാ നമുക്കൊരു ട്രിപ്പ് മോഡലിൽ പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു ട്രിപ്പ് മോഡൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നതുകൊണ്ട് നമ്മളും പോകും. എന്നിട്ട് നമ്മൾ എക്സാം എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്വാളിഫൈ ആവാതെ വരും. സോ ഇങ്ങനെ നമ്മൾ ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തത്. എപ്പോഴെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾ PG വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്കും അതുപോലെ തന്നെ PGക്കും ഒക്കെ നിങ്ങൾ 50 അല്ലെങ്കിൽ 50 അബോവ് മാർക്സ് ഒക്കെ വാങ്ങിയിട്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ +2ന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും 80 അബോവ്% ഒക്കെ മാർക്ക് വാങ്ങിയിട്ടായിരിക്കും ഇവിടെ എത്തിയിട്ടുണ്ടാവുക. അത്രയും ടാലന്റഡ് ആയിട്ടുള്ള നിങ്ങളാണ്, നിങ്ങളുടെ ഉള്ളിൽ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളുണ്ട്, ഒരു സ്റ്റുഡന്റ് ഉണ്ട്. സോ ആ സ്റ്റുഡന്റിന് എന്തുകൊണ്ടാണ് ഒരു 55% മാർക്ക് ഒരു എക്സാമിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തത്? നെറ്റിന്റെ എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും 100 മാർക്ക് കിട്ടിയാലല്ല നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക. ഓൾമോസ്റ്റ് ഇതുവരെ നടന്ന 1-2 എക്സാമിൽ മാത്രമേ എബോവ് 55%ലേക്ക് നെറ്റിന്റെ ഇത് പോയിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നടത്തിയ എക്സാമിന് 144 ആയിരുന്നു നമുക്ക്
മാർക്ക് വന്നത്. അതായത് OBC കാറ്റഗറിയിൽ നോക്കുമ്പോൾ 144, മറ്റേതാണെങ്കിൽ 150 എബോ ആയിരുന്നു. സോ എന്തായാലും 55 അല്ലെങ്കിൽ 60 ഇതിന്റെ മുകളിലേക്ക് ഇതുവരെ നെറ്റിന്റെ സ്കോർ പോയിട്ടില്ല. അത്രയും സ്കോർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ആകും. ദെൻ ഇതുവരെയുള്ള എക്സാമിൽ 80 അല്ലെങ്കിൽ 70 എബോ മാർക്ക് വാങ്ങി വന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് നെറ്റിന്റെ എക്സാമിൽ മാത്രം ഒരു 55% ഞാൻ എത്താതിരുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും വാല്യൂ ചെയ്ത് നോക്കിയിരുന്നു? ഒരു സെൽഫ് ഇവാലുവേഷൻ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസറും ഉണ്ടാവും. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒരിക്കലും അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടണമെങ്കിലും നമ്മൾ ഇത്രയും നെറ്റിന്റെ ബെനിഫിറ്റുകൾ പറഞ്ഞു. സോ ആ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം. നിങ്ങൾ അടുത്തുള്ള ഒരു ബാങ്കിൽ പോയി നോക്കിയാൽ അവിടെ ബാങ്കിന്റെ ഒരുപാട് ഇത്ര പെർസെന്റേജ് നിങ്ങൾക്ക് അതിന് കിട്ടും, ഇത്ര പെർസെന്റേജ് അതിന് കിട്ടും, ഇങ്ങനെയുള്ള കുറെ സ്കീമുകൾ ഉണ്ടാവും. ആ സ്കീമിലൊക്കെ ഇത്ര പെർസെന്റേജ് നിങ്ങൾക്ക് ബാക്ക് ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷെ അതിനൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾ അവിടെ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് എമൗണ്ട് നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് കൊടുക്കണം. ആ ഡെപ്പോസിറ്റ് വേണ്ടത് മസ്റ്റ് ആയിട്ട് 2 കാര്യമാണ്. ഒന്ന് നിങ്ങളുടെ ടൈം എന്നുള്ളതാണ്. ടൈം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 3 മാസത്തെ പ്രിപ്പറേഷനുള്ള ടൈം ഉള്ളൂ. ദെൻ അതല്ലെങ്കിൽ നമുക്ക് എന്താ, ഒരു എക്സാം നിങ്ങൾ ഫെയിൽ ആയി, അടുത്ത എക്സാമിലേക്ക് ഞാൻ ഇപ്പോഴേ കണ്ടിന്യൂസ് ആണ് നമ്മുടെ അത്രയും മോട്ടിവേഷൻ ലെവലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ഞാൻ എന്തായാലും വിടില്ല അങ്ങനെ തീരുമാനിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 6 മന്ത്സ് കിട്ടും. സോ ഈ 6 മന്ത്സിനെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ, ആ ഒരു ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് വരും. ദെൻ സെക്കൻഡ് വൺ മോട്ടിവേഷൻ ലെവലാണ്. നമ്മൾ ഇങ്ങനെ കുറെ പേരെ കൂടെ പോയിട്ട് 1ഓ 2ഓ ചാൻസ് ഒക്കെ നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ ഫെയിൽ ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും അത് ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഭാഗം സെൽഫ് ഇവാലുവേഷൻ നമ്മൾ ഒരിക്കലും നടത്തിയിട്ടില്ല. നമ്മൾ എന്ത് മാത്രമേ ഉള്ളൂ, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫാണ്. കാരണം എന്താ, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് PG വരെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാം എങ്ങനെ അപ്പിയർ ചെയ്യാന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. ആ പ്രിപ്പറേഷനിലാണ് നമ്മൾ നെറ്റിലേക്ക് പോയത്. ആ പ്രിപ്പറേഷൻ വെച്ച് പോയാൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം നമുക്ക് വേണ്ടത് ഒരു എക്സാം എന്താണെന്ന് അറിയണം, ദെൻ ആ എക്സാമിന്റെ സിലബസ് എന്താണെന്ന് അറിയണം, മൂന്നാമതൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിട്ടേ ആ എക്സാമിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയും. സോ അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രം, അതും കൂടെ ഇല്ലാതെ നിങ്ങൾ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഈ ഒരു എക്സാമിലേക്ക് ക്വാളിഫിക്കേഷൻ എത്താത്തത്. സോ നമ്മൾ ഇവിടെ സെൽഫ് ഇവാലുവേഷൻ ചെയ്യൂല. നമ്മൾ എന്ത് മാത്രം പറയുള്ളൂ, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫാട്ടോ, നെറ്റ് ഭയങ്കര ടഫാ, അത് നമുക്കറിയില്ല. സോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ മോട്ടിവേഷൻ ലെവൽ എത്തുമോ? അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സെൽഫ് ഇവാലുവേഷൻ ചെയ്യണം. ഞാൻ ഓൾമോസ്റ്റ് 80% ഞാൻ PG സിലബസ് കവർ ചെയ്തത്, അല്ലെങ്കിൽ PG എക്സാം ഞാൻ കവർ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ക്വാളിഫൈ ചെയ്തത്, PG ഞാൻ പാസ്സായത്, എനിക്ക് 70 എബോവ്% മാർക്ക് ഉണ്ട്. ഓൾമോസ്റ്റ് സെയിം സിലബസ് തന്നെയാണ് നമുക്ക് നെറ്റിലും വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് നെറ്റിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തത്? കാരണം എന്താണ്, നിങ്ങൾ പഠിച്ച ഈ 75% നിങ്ങൾക്ക് 70% നിങ്ങൾക്ക് ആരാ തന്നത്? യൂണിവേഴ്സിറ്റിയാണ് തന്നത്. പക്ഷെ ആ യൂണിവേഴ്സിറ്റി അല്ല നിങ്ങൾക്ക് നെറ്റിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് തരുന്നത്. സോ നമ്മൾ ക്വസ്റ്റ്യൻ അറിഞ്ഞുകൊണ്ടുകൂടെ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേം എന്താണെന്ന് അറിഞ്ഞാൽ മതി. ആ ടേമിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾക്ക് അതിന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. പക്ഷെ ഒരിക്കലും ഒരു നെറ്റിന്റെ എക്സാം അങ്ങനെയല്ല. നിങ്ങൾ എന്താണോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത് അതിനെ നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വരും. സോ ആ രീതി. പക്ഷെ നിങ്ങൾ പുതിയതായിട്ട് ഒരു കാര്യവും പഠിക്കുന്നില്ല. ആ ക്വസ്റ്റ്യനിൽ വരുന്ന മാറ്റം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൂ. പക്ഷെ അതും എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ആയിട്ടും വരില്ല. ഓൾമോസ്റ്റ് ഒരു 45-50 ക്വസ്റ്റ്യൻസ് എന്തുതന്നെയായിരിക്കും നമ്മൾ യൂണിവേഴ്സിറ്റി ലെവലിൽ പഠിച്ച അതേ ടാലന്റ് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അതിന് നമുക്ക് നെറ്റിൻ്റെതായിട്ടുള്ള ചില സ്ട്രാറ്റജീസ് ഉണ്ടാവും. അതിലൂടെ നോക്കിയാലേ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു അപ്ലിക്കേഷൻ ലെവലിലായിരിക്കും വരിക. അപ്പൊ നമ്മൾ പഠിച്ച കാര്യത്തിന് നമുക്കൊന്ന് അപ്ലൈ ചെയ്തും കൂടെ നോക്കേണ്ടി വരും. പക്ഷെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 3 അവറിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് അപ്ലൈ ചെയ്ത്, അതായത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്തു, നിങ്ങൾ യൂണിവേഴ്സിറ്റി സിലബസ് പഠിച്ചു, എന്നിട്ട് യൂണിവേഴ്സിറ്റി എക്സാം എഴുതി ക്വാളിഫൈ ചെയ്ത ഒരു നല്ലൊരു സ്റ്റുഡന്റ് ആണ്. ഓക്കെ, ദെൻ നിങ്ങൾ നെറ്റിനെ കുറിച്ചോ എക്സാമിനെ കുറിച്ചോ നിങ്ങൾക്ക് ഒരു അറിവില്ല, നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോവുകയാണെങ്കിൽ മേ ബി നിങ്ങളെ ലെക്കിൽ എന്തുണ്ടാവും, ചിലപ്പോൾ 50-55% ഒക്കെ എന്ത് വരും, നമ്മുടെ സെയിം ഡയറക്റ്റ്
വരും. അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ സം കേസസിൽ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ നമ്മൾ വീക്ക് ആയിരിക്കും. ചില പേപ്പർ ചിലർക്ക് നമ്മൾ ഓരോ ഇൻട്രസ്റ്റ് ഡിഫറൻസ് ആയിരിക്കും, നമുക്ക് ഓരോരുത്തർക്ക് ഓരോ പേപ്പർ ആയിരിക്കും ഇൻട്രസ്റ്റ് ആയിട്ട് വരും. സോ എല്ലാ പേപ്പറിലും നമുക്ക് ഒരുപോലെ ചിലപ്പോൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏതെങ്കിലും ഒരു പേപ്പറിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റിനും കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സോ അപ്പൊ എന്താണ്, നിങ്ങൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ളതെങ്കിൽ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് അറിയായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഡെഡ് ലോക്ക് എന്ന് ചോദിച്ചു, OS-ലാണ് ഡെഡ് ലോക്ക് ആണ്. ഡെഡ് ലോക്ക് എന്താ, അതിന്റെ തിയറി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ ലെവലിലാണ് ആ ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അതായത് ഇപ്പൊ ഇത്രയും പ്രോസസ്സുകൾ ഉണ്ട്, അവരിങ്ങനെ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു കേസ് വന്നു പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു കേസ് തരും. എന്നാൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഉള്ള ഒരു അപ്ലിക്കേഷൻ ലെവലിലേക്ക് ക്വസ്റ്റ്യൻസ് മാറിക്കഴിഞ്ഞാൽ അപ്പൊ അവിടെയുള്ള ഓരോ ടേംസുകൾ നിങ്ങൾ എടുത്ത് നോക്കുകയാണ്. ഡെഡ് ലോക്ക് ഞാൻ പഠിച്ചിട്ടുള്ളതാണല്ലോ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഞാൻ പഠിച്ചിട്ടുള്ളതാണല്ലോ, പക്ഷെ അതെങ്ങനെയാണ് ഈ കോണ്ടസ്റ്റിലേക്ക് വരിക എന്നുള്ളത് നമുക്ക് അപ്പം ആലോചിച്ചാൽ കിട്ടില്ല. മാത്രമല്ല അവിടെ ഇരുന്നിട്ട് നമ്മൾ ആൻസർ ഉണ്ടാക്കാൻ നിന്നാൽ നമുക്ക് അത്രയും ടൈമില്ല. നമ്മൾ കണ്ടു ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 1.2 മിനിറ്റ് മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഒരു ക്വസ്റ്റ്യന് കൊടുക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ച ഏരിയ ആണെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ എങ്ങനെയെങ്കിലും ആൻസറിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ച് നമ്മൾ കുറെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യും. ഇതൊക്കെയാണ് നെറ്റ് എക്സാമിന്റെ ട്രിക്കി എന്ന് പറയുന്ന ഏരിയാസ്. സോ ഇങ്ങനെ നമ്മൾ സമയം അവിടെ പോയി കഴിഞ്ഞാൽ പോയി. പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് താഴെ വരാനുണ്ടാവും. പക്ഷെ ഇവിടെ എന്താണ്, ഡെഡ് ലോക്ക് എന്ന് പറയുന്ന കാര്യം ഞാൻ അത്രയും പഠിച്ച ആളാണ്, സോ എനിക്ക് അതിൽ ആൻസർ ചെയ്യണം, അതായിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. നമ്മൾ അത്രയും ടൈം അവിടെ കൊടുക്കും, നമ്മുടെ എക്സാം പിന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. സോ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നിടത്ത് നമ്മുടെ ടൈം വേണം. അതുപോലെ തന്നെ അത് നമ്മുടെ എക്സാം ഹാളിൽ എങ്ങനെയാണെന്നുള്ളടത്ത് ഞാനത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമുക്ക് ഹൗ ടു പ്രിപ്പയർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് എന്താണ്, നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആരോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും എന്താണ്, ഈ എക്സാം ഭയങ്കര ടഫാട്ടോ. സോ അതാണ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത്. നമുക്ക് അതൊന്നും അല്ല വേണ്ടത്. ടഫ് ആയിക്കോട്ടെ ഈസി ആയിക്കോട്ടെ അതൊന്നും നമുക്ക് വേണ്ട. ഞാൻ PG വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു ടാലന്റ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. വെറുതെ ഒരാൾക്കൊന്നും അത്രയും ലെവലിൽ എത്താൻ പറ്റില്ല. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തും കൂടെ ഉണ്ട്, ഈ ഒരു നെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള എബിലിറ്റിയും കൂടെ എനിക്കുണ്ട്. അത് നമ്മൾ അവിടെ ഉറപ്പിച്ച് വെക്കുക. നെക്സ്റ്റ് ടൈമിൽ ഞാൻ എന്തായാലും ഇത് ക്വാളിഫൈ ചെയ്തിരിക്കും. ഇത് നിങ്ങൾ അവിടെ ഉറപ്പിച്ച് വെക്കുകയാണെങ്കിൽ എന്താണ്, നെക്സ്റ്റ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവുക. എന്താണ് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്, ഇൻവെസ്റ്റ് യുവർ ടൈം. അപ്പൊ നമ്മൾ അങ്ങനെ ഉറപ്പിച്ച് അവിടെ വെച്ചാൽ മാത്രം പോലെ നമ്മുടെ ടൈമും കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. കുറച്ച് സമയം നമ്മൾ റീൽസ് എടുക്കുന്നതൊന്ന് മാറ്റി വെക്കുക. കാരണം എന്താ, ഇനി 3 മാസം കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫുൾ ടൈം ആണ്. അപ്പൊ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ആളും കൂടെ ആയി. സോ നമുക്ക് അതും കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് റീൽസ് വേറെ പ്രിപ്പയർ ചെയ്യാം. സോ ഇപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഒരു മന്ത് ഇത്ര റീൽസ് ഉണ്ടെങ്കിൽ അതിന്റെ 2 റീൽസ് ചെയ്യുന്ന സമയം നമ്മൾ നെറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നോക്കണം നമ്മളെ ടൈം. അപ്പോൾ ആ ഒരു ടൈമിനെ നമ്മൾ എങ്ങനെയായിട്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഈ ഒരു 3 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക് ആ ടൈമിനെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റഡി പ്ലാൻ തന്നെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മളെ പ്ലാനും അതുപോലെ തന്നെ നമുക്ക് പഠിച്ചെടുക്കേണ്ട ടോപ്പിക്. അപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എത്രയെന്ന് നോക്കണം. അവൈലബിൾ ടൈമിനെ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സുകളാണ് കവർ ചെയ്യേണ്ടി വരിക. സോ ഈ 2 കാര്യം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. ദെൻ പിന്നെ എന്ത് ചെയ്യണം, ആ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചാലും പോരാ, ആ ഒരു ടൈമിനെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യണം. അതായത് ഇപ്പൊ എന്താണ്, നിങ്ങൾ ടോപ്പിക്ക് നോക്കി, അപ്പൊ നിങ്ങൾക്ക് എന്താണ് 10 ടോപ്പിക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട്. സോ അതിൽ 5 ടോപ്പിക്ക് നിങ്ങൾക്ക് ഭയങ്കര ടഫാണ്. സോ ആ ഒരു ടഫുള്ള ഏരിയന്ന് നിങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങിയാൽ എന്താണ്, 2 ദിവസം ഉണ്ടാവും ആ തുടക്കം, അത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വെക്കും. കാരണം എന്താണ്, നമുക്ക് അത്രയും ടഫ് ആയിട്ടുള്ള കാര്യത്തിൽ അത്രയും കൂടുതൽ ടൈം ഇരിക്കാൻ നമ്മുടെ മൈൻഡ് നമ്മളെ സമ്മതിക്കില്ല. അതൊക്കെ നമ്മുടെ ഹ്യൂമൻ സൈക്കോളജിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു മിക്സ്ഡ് ആയിട്ട് പോകേണ്ടി വരും നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ പ്രിപ്പറേഷന് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിൽ കൊണ്ടുപോയാലേ നമുക്ക് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താണ് കൺസിസ്റ്റൻസി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ആദ്യം എന്താണ്, നമ്മുടെ മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്തു അല്ലെ, ഇന്ന് ഈ ഒരു ക്ലാസ്സിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്തു എന്താണ് നെക്സ്റ്റ് നെറ്റ് എന്ന് പറയുന്നത് എനിക്കുള്ളതാണ്. സോ ഞാൻ എന്തായാലും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു, എനിക്ക് എന്തായാലും അത് കിട്ടും നമ്മൾ ഉറപ്പിച്ചു. രണ്ടാമത് എന്താണ്, ഇന്റെ സമയം ഞാൻ അതിനു വേണ്ടി ചെലവഴിക്കും. ഇപ്പൊ PG ഒക്കെ ഞാൻ എക്സാം ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സോ ഇനിയുള്ള ടൈം എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു എക്സാമിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായി. ദെൻ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടെ പ്രിപ്പയർ ചെയ്ത്
വെക്കും. ഇതുവരെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു കറക്റ്റ് ടൈമും ടോപ്പിക്കും നോക്കി നമ്മൾ സ്റ്റഡി പ്ലാൻസ് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും അതുപോലെ തന്നെ ഇനി എത്ര ഡേയ്സ് ഉണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ ഡേയ്സിൽ നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളത് വരെ നമ്മളിവിടെ നമുക്ക് സ്റ്റഡി പ്ലാൻസ് നിങ്ങൾക്ക് മെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കേണ്ടത് ഹൗ ടു പ്രിപ്പയർ ദ എക്സാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എക്സാമിനെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്, അത് നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ സിലബസ് എന്താണെന്ന് അറിയണം. സോ നമ്മൾ ഇതുവരെ സിലബസ് എന്താണെന്ന് അറിഞ്ഞില്ല. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, ജനറൽ ആയിട്ട് നമുക്ക് നെറ്റിന്റെ എക്സാം എന്താണെന്നും പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എപ്പോ ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നുള്ളത് മാത്രമേ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇനി എങ്ങനെയാണ് ഇതിന്റെ സിലബസ് വരുന്നത്, സിലബസ് പ്രിപ്പയർ ചെയ്യാം. അത്രമാത്രം ഇവിടെ 100 ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ 100 ടോപ്പിക്കും കവർ ചെയ്താലും പ്ലസ് ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നോ ദ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. അതായത് എക്സാമിന് മുന്നേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അറിയാൻ പറ്റുമോ, അതാണ് ഇതിന് മീൻ ചെയ്യുന്നത്. എക്സാമിന് മുന്നേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും, ക്വസ്റ്റ്യൻ അല്ല നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക, ക്വസ്റ്റ്യന്റെ ഏരിയ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ഏരിയ ആണ്. അപ്പൊ മേ ബി നിങ്ങൾക്ക് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയും, നിങ്ങൾക്ക് എന്തായാലും അല്ലെങ്കിൽ നമ്മളെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സിൽ ഓരോ ഏരിയ എത്തുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പറയും ഈ ഒരു ഏരിയയിൽ എന്തായാലും അടുത്ത എക്സാമിന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാത്തതാണ്. സോ അങ്ങനെ എങ്ങനെയാണ് ഈ ടീച്ചേഴ്സ് അത് പറയുന്നത്, അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ ബാക്കിലാണുള്ളത്. അവർ എത്രയോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ അനലൈസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. സോ അപ്പോ എന്താണ്, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ഏതാണെന്ന് അറിയാന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ സിലബസ് വരിക നോക്കാം. ഇത് 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ട്. ദെൻ ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സിലബസിന്റെ പേപ്പർ 1ഉം പേപ്പർ 2ലും വരുന്ന ഏരിയാസ് നമുക്ക് യൂണിറ്റ് നമുക്ക് കാണാം. സോ ഇനി നമ്മൾ എങ്ങനെ നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ടൈം മാനേജ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഇതെന്താണ്, ഇത് ഓരോ പേഴ്സണും ഇൻഡിവിജ്വൽ ആയിരിക്കും. ഒരിക്കലും നമുക്ക് ഒരാൾക്ക് നിങ്ങളോട് പറഞ്ഞുതരാൻ പറ്റില്ല ഇങ്ങനെ എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അനലൈസ് യുവർ ഓൺ ടൈം. നിങ്ങളുടെ ടൈം എത്രയുണ്ട്, നിങ്ങൾക്ക് എത്ര ഫ്രീ ടൈം കിട്ടും, അത് നിങ്ങളാണ് അനലൈസ് ചെയ്യുന്നത്. ചില ആളുകൾ എന്തായിരിക്കും ഈ നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന കുറെ ആളുകൾ വർക്കിങ്ങിലായിരിക്കും. സോ അവരുടെ ടൈം ഡിഫറെന്റ് ആയിരിക്കും ആസ് കമ്പയർ ടു സ്റ്റുഡന്റ്. കുറെ പേര് എന്താണ് PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. സോ ഇവർ 2 പേരുടെയും ടൈം ഡിഫറെന്റ് ആണ്. സോ നിങ്ങളാണ് അനലൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ടൈം എത്രത്തോളാണുള്ളത്. അപ്പൊ നമുക്ക് എന്താണ്, നമ്മുടെ സബ്ജക്ട് കവർ ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദി ക്ലാസ്സുകൾ റെക്കോർഡഡ് ആണ്. അതെന്തിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. കുറെ പേര് വർക്കിങ്ങിലുള്ളവരുണ്ടാവും, കുറെ പേര് സ്റ്റുഡൻസ് ഉണ്ടാവും. സോ ഇവർക്ക് 2 പേർക്കും ഒരേപോലെ നമ്മുടെ കണ്ടന്റ് ആക്സസ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും പറ്റണം. സോ നിങ്ങളുടെ ടൈം എങ്ങനെയാണ് നിങ്ങൾ നോക്കിയിട്ട് ഒരു ഡേയിൽ നിങ്ങൾക്ക് അല്ലെ ടോട്ടൽ നിങ്ങളുടെ ടൈം എത്രയാ നോക്കണം. അതിൽ നിങ്ങൾക്ക് എത്ര ടൈം മാക്സിമം ഫ്രീ ആക്കാൻ പറ്റും നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുന്ന ടൈം എത്രയാ നോക്കണം. സോ നമ്മൾ 6 മന്ത്സിലാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ആദ്യത്തെ ഒരു 2 മാസമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു 3 hours നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മതി. പക്ഷെ പിന്നെ ഗ്രാജുവലി നിങ്ങൾ എന്ത് ചെയ്യണം, ആ 3 hour നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 4 hourലേക്ക് മാറ്റണം. പിന്നെ കുറച്ചുകൂടെ കഴിയുകയാണെങ്കിൽ നിങ്ങൾ 5 hourലേക്ക് കൊണ്ടുവരണം. പിന്നെ ഒരു എക്സാമിന്റെ ഒരാഴ്ച മുന്നേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം, അതായത് ഒരു 6 to 10 hours ഒക്കെ നിങ്ങൾക്ക് കൊടുത്തിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കും. സോ അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ ടൈമിനെ മാനേജ് ചെയ്ത് വരുന്നത്. ബട്ട് ഇതെന്താണ്, ഡിപ്പെൻസ്, ഓരോരുത്തരെ അനുസരിച്ചിട്ടാണ് ഇരിക്കുക, ബൈ പേഴ്സൺ. സോ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് അത്രയും വർക്ക് ലോഡ് ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 3 hours എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണ്, ടോട്ടൽ ടൈം നോക്കി ദെൻ ഫ്രീ ടൈം നോക്കി. സോ ഈ ഒരു ഫ്രീ ടൈം എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും വർക്കിംഗ് ടൈം നമുക്ക് 12 hours അതുപോലെ തന്നെ എന്താണ് നമ്മളെ പ്രിപ്പറേഷന് വേണ്ടി അല്ലെങ്കിൽ ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു മനുഷ്യന് കുറച്ച് സമയമെങ്കിലും ഫ്രീ ആയിട്ട് വേണം അല്ലെ. ഫുൾ ടൈം നമ്മൾ പഠനവും അതുപോലെ തന്നെ ജോലി മാത്രമല്ല, അതിൻ്റെ ഇടയിൽ കുറച്ചൊരു ഫ്രീ ടൈം വേണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു കാര്യം നമ്മൾ കൺസിസ്റ്റൻസിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇൻവോൾവ്ഡ് ആയി വരുമ്പോൾ നമ്മൾ ഈ ഫ്രീ ടൈം ഇങ്ങനെ കുറച്ച് വരാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു എന്താണ്, നിങ്ങൾ ആ ഒരു സൈക്കിളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഈ പഠിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ എന്നുള്ളത് നിങ്ങൾ എൻജോയ് ചെയ്ത് തുടങ്ങും.
അപ്പൊ നിങ്ങൾ ഫ്രീ ടൈം കുറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ മൈൻഡ് അതിനെ അഡ്ജസ്റ്റ് ചെയ്തോളും. നമ്മുടെ അതായത് ഫ്രീ ടൈം എന്നുള്ളത് എന്തിനാണ്? നമുക്ക് ഓക്സിറ്റോസിൻ ജനറേറ്റ് ചെയ്യാനാണ്. സോ നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ, അതായത് നിങ്ങൾ നിങ്ങൾ കുറച്ച് ഏരിയാസ് പഠിച്ചു, എന്നിട്ട് പിന്നെ നിങ്ങൾ കുറച്ച് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട്. സോ നമ്മൾ 10 യൂണിറ്റിൽ ആകെ ഞാൻ 2 യൂണിറ്റ് ഓവറോൾ നോക്കിയിട്ടുള്ളൂ, എന്നിട്ട് തന്നെ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾ റിയലൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഓക്സിറ്റോസിൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഒരു ഗെയിം എടുത്ത് കളിക്കുക അല്ലെങ്കിൽ ഒരു വാക്കിനൊന്നും പോവണ്ട. നിങ്ങൾക്ക് എന്താ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹോബി തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. സോ ഇങ്ങനെ നമ്മളിങ്ങനെ എന്താണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു പ്രിപ്പറേഷനിലേക്ക് ഇൻവോൾവ്ഡ് ആയി ഇങ്ങനെ വരും. സോ JRF ഒക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ അത്രയും ഈ ഒരു കാര്യം, ഈ ഒരു പ്രിപ്പറേഷൻ ഉള്ളത് എൻജോയ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ പിന്നെ എന്ത് ചെയ്യണം, നമ്മളൊരു ഡിസിഷൻ എടുക്കണം. ഞാൻ ഒരു ഡേയിൽ ഇത്ര അവർ ഞാൻ എന്ത് ചെയ്യും, എന്റെ സ്റ്റഡിക്ക് വേണ്ടി മാറ്റി വെക്കും. ഓക്കെ, അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ ആണ്, അത് മാറാൻ പാടില്ല. പക്ഷെ അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ ബെസ്റ്റ് റിലേറ്റീവിന്റെ കല്യാണം വന്നത്. നമുക്ക് എങ്ങനെയായാലും അത് ഒഴിവാക്കാൻ പറ്റില്ല. അത് പറ്റില്ല, ഞാൻ എന്താണ് ഇങ്ങനെ ഡിസൈഡ് ചെയ്ത സമയത്താണ് ഇത് വന്നതെന്ന് പറയാൻ പറ്റുമോ? സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടൈം, കാരണം നമ്മൾ മനുഷ്യരാണ്, സോ ഹ്യൂമൻ ബീങ്സ് ആണ്, നമ്മൾ ആ ടൈം അവിടെ കൊടുക്കണം. പക്ഷേ പിറ്റേന്ന് ഒരു ദിവസം വരും, പിറ്റേ ദിവസം നമുക്ക് കല്യാണം ഉണ്ടാവില്ല, പക്ഷെ പിറ്റേ ദിവസം നമ്മൾ ഫ്രീ ടൈം മാറ്റി വെച്ചത് ഉണ്ടാവും. സോ ഇവിടെ ഓൾറെഡി നമുക്ക് മാറിപ്പോയ 3 hours നമ്മൾ അതിലേക്ക് തിരിച്ചു കൊടുക്കണം. ഇതാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നിങ്ങളുടെ ടൈം നിങ്ങൾ മാനേജ് ചെയ്തിട്ട് നിങ്ങൾ വരണം. ദെൻ ഇനി നമുക്ക് എന്താണ്, നമുക്ക് ഓരോ ഇതിലും നമ്മൾ എന്ത് വെക്കണം, ഓരോ ടാർഗറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്യണം, ഗോൾസ്. നമുക്കൊരു ഫൈനൽ ഗോൾ ഉണ്ട്. സോ നമ്മൾ ഒരു വീക്കിലാവുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡേയിൽ ഞാൻ ഇത്ര കവർ ചെയ്യും, ഒരു വീക്കിൽ ഞാൻ ഇത്ര കവർ ചെയ്യും, ദെൻ വീക്കെൻഡിൽ വരുന്ന 2 days നമ്മൾ എന്ത് ചെയ്യും, റിവൈസ് ചെയ്യും. ഇങ്ങനെ ഓരോ ടാർഗറ്റുകൾ നമ്മൾ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മൈൽ സ്റ്റോൺസ് നമ്മൾ കീപ്പ് ചെയ്യണം. ദെൻ നമ്മൾ കോൺസ്റ്റന്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഞാൻ അവിടെ എത്തിയോ. അത് ലാസ്റ്റ് ഒക്കെ എത്തുമ്പോൾ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ടൈം അതിലേക്ക് കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് 3 hour മതി, പിന്നെ നിങ്ങൾ 4 hour 5 hourലേക്കൊക്കെ വരും. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് 2 പേപ്പറിന് നമ്മൾ സെയിം ഇമ്പോർട്ടന്റ് കൊടുക്കണം. ദെൻ ടൈം ചാർട്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം, അതായത് നമുക്ക് എന്ത് വേണം, നമുക്കൊരു വ്യൂ വേണം. ഇത് ഇപ്പൊ 170 daysനുള്ള ഒരു മോഡലാണിത്. നമ്മൾ കഴിഞ്ഞ ബാച്ചിൽ കൊടുത്തിട്ടുള്ള ഇതിന്റെ ഒരു മോഡലാണ്. പക്ഷെ ഇതല്ല ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള ഡേയ്സ് എത്ര നമ്മൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ ദിവസത്തിലും നമ്മൾ ഏതോ ടോപ്പിക് കവർ ചെയ്യണം. ദെൻ അതിന്റെ കൂടെ നിങ്ങൾക്ക് വീക്കെൻഡിൽ അല്ലെങ്കിൽ ഓരോ യൂണിറ്റിന്റെ എൻഡിൽ നമുക്ക് മോക്ക് ടെസ്റ്റുകളും കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനുകൾ തരും. ഓക്കെ, ദെൻ ഇനി നമ്മൾ ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയം, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈസി ലെവലിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാം, ഏറ്റവും ഹാർഡസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അവിടെ സ്റ്റക്ക് ആയി പോകും. സോ നമ്മൾ ഈസി ലെവലിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, കുറച്ചൊക്കെ നമ്മൾ പഠിച്ചു, എന്നിട്ട് ആ ഏരിയയിൽ വന്ന് ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ്, നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും, നമ്മുടെ മോട്ടിവേഷൻ ലെവൽ കൂടും. സോ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകും, മോഡറേറ്റ് ലെവലിലേക്ക് പോകും. ദെൻ ഈ ടഫ് ലെവലിലേക്ക് പോകുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ ബാക്കിലേക്ക് വലിക്കും. പക്ഷെ നമ്മുടെ അങ്ങനെ ബാക്കിലേക്ക് വെച്ചിട്ട് ലാസ്റ്റിലേക്ക് അത് കൊണ്ടുപോകരുത്. അപ്പോൾ നമ്മൾ എന്താണ്, ഇവിടുന്ന് ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ നമുക്ക് മടുക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈസി ലെവലിലേക്ക് അല്ലെങ്കിൽ മോഡറേറ്റ് ലെവലിലേക്ക് പോവുക, അവിടുന്ന് 2 ടോപ്പിക് കവർ ചെയ്യുക, പിന്നെ നമ്മൾ ടഫിലേക്ക് തന്നെ വരിക. ദെൻ പിന്നെ നമ്മൾ ബാക്കിലേക്ക് പോവുക, കുറെ മടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈസിയിലേക്ക് പോവുക. ദെൻ പിന്നെ നമുക്ക് കഴിയണില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ഫ്രീ ടൈമിലേക്ക് പോവുക. ഇങ്ങനെ ഈ ഒരു 3 ലെവൽസിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഒന്നിച്ച് നമുക്ക് കയറാൻ കഴിയില്ല. ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കയറാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഒരു ഡിഫിക്കൽട്ടി ലെവൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി എന്താണ്, നമ്മൾ ഇനി ഇതന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ യൂണിറ്റ് വൈസിലും ഇങ്ങനെ തന്നെ എടുക്കണം. ഒരു യൂണിറ്റിൽ തന്നെ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ഈസി ലെവൽസും അതുപോലെ തന്നെ മോഡറേറ്റ് ലെവൽസും ഒക്കെ ഉണ്ടാവും. സോ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് ആദ്യം എടുത്തിട്ട് ഓവർവ്യൂ ആദ്യം ചെയ്യാം. അതിനുശേഷം നമ്മൾ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ഏരിയ ഞാൻ കവർ ചെയ്തിട്ടില്ല. സോ ആ ഏരിയ വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പിന്നെയും പഠിക്കുക. ദെൻ ഇപ്പൊ എന്താണ്, പ്രാക്ടീസ് ഓൾ ടോപ്പിക്സ് വിത്ത് PYQ. സോ ഇത് നമ്മൾ എന്താണ്, നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുന്നതിന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇത്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താ, നിങ്ങൾ സെമാഫോർ അല്ലെങ്കിൽ ഡെഡ് ലോക്ക്. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ദെൻ ഡെഡ് ലോക്കിന് നമുക്ക് എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം, എങ്ങനെയൊക്കെ അതിനെ എന്താണ് പ്രിയംപ്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കും. ദെൻ
എന്നിട്ട് യൂണിവേഴ്സിറ്റിയിൽ എക്സാം വരുമ്പോൾ നമ്മൾ അതേപോലെ അങ്ങോട്ട് പോയിട്ട് എഴുതും. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് അങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു കൺസെപ്റ്റ് എന്താണോ അതിനെക്കുറിച്ച് അറിയുമെങ്കിൽ മേ ബി ചിലപ്പോൾ നമ്മൾ പേപ്പറൊക്കെ വാല്യൂ ചെയ്യുന്ന സമയത്ത് ചോദ്യം വേറെ ആയിരിക്കും, പക്ഷെ ഡെഡ് ലോക്ക് എന്നവിടെ വാക്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഫുൾ അവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ എന്താണ്, പേപ്പേഴ്സ് നോക്കുന്ന ടീച്ചേഴ്സ് എന്തായാലും ഇത്ര എഴുതിയതല്ലേ, ഏകദേശം ഒരു 5 മാർക്കെങ്കിലും അവിടെ കൊടുക്കും. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് എന്തല്ല, നെറ്റിന്റെ എക്സാമിന് അങ്ങനെയൊന്നും ആരും മാർക്ക് തരാൻ പോകുന്നില്ല. കറക്റ്റ് ആൻസർ എന്താണോ അതിന് മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. മാത്രമല്ല 4 ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ 4 നമുക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ആ രീതിയിലുള്ളതായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് വരിക. സോ നമ്മൾ ഒരു ഏരിയ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടുന്ന് വരുന്ന നമുക്ക് ടോപ്പിക് എക്സാമുകൾ ഉണ്ട്. സോ അപ്പൊ തന്നെ അവിടുന്നുള്ള ടോപ്പിക് എക്സാം ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ എങ്ങനെയാണ്, ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്താണെന്നുള്ളത് മനസ്സിലാവുക. ഓക്കെ, അപ്പോ നമ്മൾ എന്താണ്, ഒരു ടോപ്പിക് എടുക്കുക, ആ ടോപ്പിക്ക് പെട്ടെന്ന് പഠിക്കുക, അതിന്റെ ഒരു ഓവർവ്യൂ ഉണ്ടാക്കുക, നേരെ PYQ പോവുക, PYQ മനസ്സിലാക്കിയിട്ട് അതിന്റെ പാറ്റേൺ ഒന്ന് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഇങ്ങനെ ഓരോ ഏരിയാസ് നോക്കുക. ഇത് നമ്മൾ ജനറൽ പേപ്പർ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ, ലോജിക്കൽ ആൻഡ് റീസണിങ്. സോ ഇത്രയും ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറ്. പിന്നെ എന്ത് വരും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടഫുള്ള ഏരിയ ആണ്. പക്ഷെ എന്താണ്, ഈ ഒരു 9th യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അതൊരു GK പോലെയാണ്. അതായത് ഇന്നലത്തെ പത്രത്തിൽ വന്നതടക്കം ചിലപ്പോൾ നാളെ നെറ്റ് എക്സാമിന് ചോദിക്കാം. അതായത് ഇന്നലത്തെ നല്ല ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നുള്ള ദിവസത്തെ വരെ അതിലേക്ക് വരാം. സോ അങ്ങനെയുള്ള ഒരു ഏരിയ, നമുക്ക് ഒരിക്കലും പഠിച്ചാൽ തീരില്ല എന്ന് തോന്നുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയും കൂടെയാണ്. പിന്നെയാണ് ഹയർ എഡ്യൂക്കേഷൻ ഏരിയ, പിന്നെ ലോജിക്കൽ ആൻഡ് റീസണിങ്. ഇവിടെ ഇന്ത്യൻ ലോജിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്, കമ്മ്യൂണിക്കേഷൻ. സോ ഇത് BEd സിലബസ് എന്ന് വരുന്ന ഏരിയാസ് ആണ്. സോ നമ്മൾ ആസ് എ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ BEd ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും നമ്മൾ അതിൻ്റെതായിട്ടുള്ള ടൈം കൊടുത്തിട്ട് തന്നെ പഠിക്കണം. അതുപോലെ തന്നെയാണ് ഈ 4 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെതായിട്ടുള്ള ടൈം വെച്ച് നമ്മൾ സാധാരണ നിങ്ങൾ ഒരു പേപ്പർ എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ, അതായത് ഇപ്പൊ നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണോ പഠിച്ചത് അതിന്റെ യൂണിറ്റ് 1, യൂണിറ്റ് 2 ഇങ്ങനെ നോട്ട് എഴുതിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ലൈബ്രറി പോയി റെഫർ ചെയ്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ നമ്മൾ പഠിക്കേണ്ട 4 ഏരിയാസ് ആണ്. പക്ഷെ ഈ യൂണിറ്റ് 8 എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്ക് അധികം എന്ത് ചെയ്യണ്ട, ഇതിമ മെനക്കെണ്ട. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ ചോദിക്കുക ചില എന്താണ്, നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ചില ഫോംസുകൾ ചോദിക്കും, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അങ്ങനെയുള്ള ചില ഏരിയാസ് ഇവിടുന്ന് വരുന്നതുണ്ട്. അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് അതൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും. പിന്നെ എന്താണ്, പിന്നെ മാത്തമാറ്റിക്കൽ റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും. ഇത് രണ്ടും മാത്സ് കുറച്ചെങ്കിലും അറിയുന്ന ആളുകൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എന്താണ്, നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആകുമ്പോൾ മാത്സ് ആയിട്ട് റിലേറ്റഡ് ആണ്. സോ എന്തായാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ദെൻ പിന്നെ വരുന്നത് റീഡിങ് കോംപ്രിഹെൻഷൻ ആണ്. അതും എന്താണ്, കമ്പാരിറ്റീവ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഫ്രീ ഹിറ്റ് ഏരിയാസ് ആയിട്ട് കുറച്ച് ഏരിയാസ് നമുക്കുണ്ട്. ഒന്ന് റീഡിങ് എന്താണ് കോംപ്രിഹെൻഷൻ ആണ്. നമുക്ക് ജസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എഡിറ്റോറിയൽ മാത്രം വായിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് വരുന്ന 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ ഡാറ്റ അനാലിസിസും ഇന്റർപ്രിട്ടേഷനും ഓൾറെഡി നമുക്ക് മാത്സ് അറിയുന്ന ആളുകൾ, എന്തായാലും +2 മാത്സ് ഇല്ലാതെ എന്തായാലും കമ്പ്യൂട്ടർ സയൻസിലേക്ക് എത്താൻ പറ്റില്ല എന്നാണ് എന്റെ ഒരു അറിവ്. എന്തായാലും +2 മാത്സ് എടുത്തിട്ട് ആ ലെവലിലുള്ള മാത്സ് മാത്രം മതി. പക്ഷെ അത് മാത്രം പഠിച്ചു പോയാൽ നമുക്ക് എക്സാം ആൻസർ ചെയ്യാൻ പറ്റില്ല. ആ നോളേജ് വെച്ചിട്ട് പ്ലസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യണം. ദെൻ അതിൽ എന്തുണ്ടാവും, കുറെ ട്രിക്കുകൾ ഉണ്ടാവും. നമ്മൾ പഠിച്ച ആ ഒരു രീതിയിൽ അതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യാൻ നിന്നാൽ നമുക്ക് ടൈം കിട്ടില്ല. സോ ഓരോ ടൈപ്പ് എക്സാമിനും അല്ലെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനും എങ്ങനെ നമുക്ക് ട്രിക്കി ആയിട്ട് ആൻസർ ചെയ്യാന്നുള്ളത് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ എഡ്യൂക്കേറ്റേഴ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ ആ രീതിയിൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ പറ്റും. സോ എല്ലാത്തിനും ഷോർട്ട് കട്ടുകളാണ് നമ്മൾ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കേണ്ടത്. ദെൻ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ഇവിടെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇമ്പോർട്ടന്റ്. ദെൻ ബ്രെയിൻ മാപ്പ് ഫോർ ഫോർമുലാസ്, ഇവിടെ നമുക്ക് എന്താണ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ അങ്ങനെ പല ഫോർമുലാസ് വരും. സോ ആ ഫോർമുലാസിനൊക്കെ വേണ്ടിയിട്ടുള്ള ബ്രെയിൻ മാപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഷോർട്ട് കട്ടിന്റെ ബ്രെയിൻ മാപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇതൊക്കെ നമുക്ക് എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്യേണ്ടി വരും. ദെൻ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, നോട്ട് ദ ഓൾ ഫുൾ ഫോംസ് ആണ് ഇവിടെ നമുക്ക് ആവശ്യം ഉണ്ടാവുക. ദെൻ പ്രാക്ടീസ് PYQs, നോ ദ റീസെന്റ് ന്യൂ
ന്യൂ ടെക്നോളജി. അതായത് ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ AI-ലോ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിലോ ഇപ്പൊ പുതിയതായിട്ട് വന്ന എന്തെങ്കിലും പുതിയ ടെക്നോളജീസ് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എന്താ ഒരു റോബോട്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു ന്യൂസാണ്. സോ നമ്മൾ ആ ന്യൂസ് അതുപോലെ കണ്ടു വെക്കരുത്. വൈ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആത്മഹത്യയിലേക്ക് പോയത്, എങ്ങനെയാണ് അൽഗോരിതം ആത്മഹത്യ എന്നുള്ള രീതിയിലേക്ക് വർക്ക് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾ അതിൽ AI-ൽ പഠിച്ച ഏത് മെത്തേഡിലായിരിക്കും ഈ ഒരു റോബോട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ഏത് ബേസ് ചെയ്തിട്ടാണ് അത് എന്താണ് ഓവർ സ്ട്രെസ് എന്നുള്ളത് അത് ഏത് അൽഗോരിതം വെച്ചിട്ടായിരിക്കും അത് ഐഡന്റിഫൈ ചെയ്തിട്ട്, അല്ലെ അൽഗോരിതത്തിന്റെ ഏത് കമ്പോണന്റ് ആണ് അതിനെ എന്താണ് സ്ട്രെസ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് അതിനെ അനലൈസ് ചെയ്ത് വെക്കുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ന്യൂസിന്റെ കൂടെ തന്നെ ആ ഒരു ഇൻഫോർമേഷൻസ് ഉണ്ടാവും, അതും കൂടെ നിങ്ങൾ റീഡ് ചെയ്ത് വെക്കുക. ദെൻ ഇനി നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ആണ്, ഇത് ഞാൻ പറഞ്ഞ ഏരിയാസുകളാണ്. സോ ദെൻ നെക്സ്റ്റ് നമുക്ക് സബ്ജക്റ്റ് ആണ് നോക്കേണ്ടത്. സോ സബ്ജക്ട് ഇത്രയും സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് നമുക്ക് 20 യൂണിറ്റിന്റെ എബോവ് ഉണ്ട്. 10 യൂണിറ്റേ കാണുള്ളൂ, പക്ഷെ അതിന്റെ ഉള്ളിലൊക്കെ എന്തുണ്ടാവും. ഇപ്പൊ നോക്കുക, നമുക്ക് പ്രോഗ്രാമിങ്ങിന്റെ അകത്താണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, ജാവ, വെബ് ടെക്നോളജി ഇതൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓൾമോസ്റ്റ് 20 എബോവ് വരുന്നുണ്ട് നമുക്ക് യൂണിറ്റുകൾ. സോ ഈ യൂണിറ്റുകൾ, ഇത്രയും യൂണിറ്റുകൾ നിങ്ങൾ 6 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ പഠിച്ചെടുക്കണം വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. സോ അത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. അപ്പൊ അത് മേ ബി ഇതേ പാറ്റേണിൽ പഠിച്ചു വന്ന ആളുകളൊന്നല്ല എല്ലാവരും നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നാളെ പോയിട്ട് വേറെ ആരെങ്കിലും ഇനി ഇങ്ങനെയാണോ നെറ്റ് ക്വാളിഫൈ ചെയ്തെന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അതായത് എല്ലാവരും ഒരേപോലെ അല്ലേ ഉണ്ടാവുക. പക്ഷെ ഇതേ പാറ്റേണിൽ നിങ്ങൾ പോന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ചിലർക്കൊക്കെ ബൈ ലക്കായിട്ട് എന്ത് ചെയ്യും, അതായത് നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ ഷഫിൾ ചെയ്തിട്ടൊക്കെ വരാം. സോ ഞാൻ പറഞ്ഞ ഒരു 50% ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ചോദിക്കും. അപ്പൊ ഇയാൾക്ക് ഫസ്റ്റ് വന്ന 50 ക്വസ്റ്റ്യൻസ് ഈ ഡയറക്റ്റ് ചോദിച്ചതാണെങ്കിൽ അയാൾക്ക് ഈസി ആയിട്ട് ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതെന്താണ്, അയാളുടെ ഭാഗ്യമാണ്. അതേപോലെ ആയിക്കോണമെന്നില്ല നമുക്ക് വരുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു പാറ്റേണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ടും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ മോസ്റ്റ് എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ PG ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ. ഇനി അതല്ല, PG നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അപ്പൊ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ വന്നാൽ, അപ്പോൾ ഈ ഒരു 6 മാസമാണുള്ളത്. ആ ഒരു 6 മാസത്തിൽ നിങ്ങൾക്ക് 20 പേപ്പർ പഠിക്കാനാവും. സോ നിങ്ങൾ നോക്കുക, ഒരു മന്തിൽ ഞാൻ എത്ര പേപ്പർ കവർ ചെയ്യണം, ദെൻ എങ്ങനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വീക്കിൽ ഞാൻ എത്ര പേപ്പർ കവർ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഒരു ഡേയിൽ ഞാൻ എത്ര ടോപ്പിക് കവർ ചെയ്യണം. സോ അതിനനുസരിച്ച്, സോ ഇതൊക്കെ എന്താണ്, നമ്മളെല്ലാവരും PG കഴിഞ്ഞ് വന്നവരാണ്. സോ ഇതിൽ നിന്ന് ഒരു 5 യൂണിറ്റ് അല്ലെങ്കിൽ ഒരു 10 യൂണിറ്റ് എന്താണ് നമുക്ക് അറിയുന്നതാവും. സോ നമ്മൾ ഇതിന്റെ ഓവർ വ്യൂ മാത്രം പഠിച്ചാൽ മതി. ഇത് നിങ്ങൾ കംപ്ലീറ്റ് പഠിക്കണ്ട. നിങ്ങൾ PG പഠിച്ച ഓവർ വ്യൂ എടുക്കുക. നിങ്ങൾ PG-യിലെ നോട്ട് ഉണ്ടെങ്കിൽ അത് ആദ്യം എടുത്തിട്ട് കവർ ചെയ്യാം. അതിന് ശേഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന ഏരിയയിൽ ഞാൻ എത്തിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ ആണ് പേജിംഗ് എന്ന് പറയുന്നത്. സോ പേജിംഗ് എന്ന് പറയുന്നിടത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ, PG സിലബസിൽ പേജിംഗ് എന്താണ്, അതെങ്ങനെയാണ് നടക്കുന്നത്, ഇതൊക്കെയാണ്. പക്ഷെ അതിലുള്ള എന്താണ്, പേജ് ടേബിളിന്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഫിസിക്കൽ മെമ്മറി, ലോജിക്കൽ മെമ്മറി ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ പേജ് ടാബിന്റെ സൈസ്, അതുപോലെ തന്നെ TLBന്റെ ഹിറ്റ് റേഷ്യോ, മിസ് റേഷ്യോ, ഇങ്ങനെ ക്യാഷ് പഠിക്കുമ്പോൾ ക്യാഷിലുള്ള ഇങ്ങനെയുള്ള കുറെ ന്യൂമറിക്കൽസ് ഒക്കെ ഉണ്ടാവും. സോ ഇതൊന്നും മേ ബി നമ്മൾ PG സിലബസിൽ കവർ ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കവർ ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള ഏരിയാസ് നോക്കിയിട്ട് അത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അതെപ്പോ നിങ്ങൾ പഠിക്കാൻ എടുക്കുന്ന ടൈമിലല്ല, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത്രയും ഏരിയാസ് പിന്നെ ആഡപ്പ് ചെയ്ത് പഠിക്കുക. ദെൻ ബാക്കി ഒരു 10 യൂണിറ്റ് ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്ടാവുക, നിങ്ങൾ തറായിട്ട് ഇരുന്ന് പഠിക്കാണ്ടാവുക. പക്ഷെ നിങ്ങൾ ഈ ഒരു 10 യൂണിറ്റിൽ നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ ഇവിടെ നിന്നുള്ള 10 നിങ്ങൾ ഒരേപോലെ പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഓവർവ്യൂ അല്ലെങ്കിൽ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കാം ഒരു 4-5 പേപ്പർ. ബാക്കിയുള്ള പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഇൻഡെപ്തിൽ പഠിക്കുക. സോ ഇങ്ങനെ അല്ലാതെ നമുക്ക് ഒരിക്കലും ഈ 20 പേപ്പറിലോ 100% നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാന്നുള്ളത് ഒരിക്കലും എന്തല്ല, നമുക്കൊരു ആപ്റ്റ് ആയിട്ടുള്ള വഴിയല്ല. കാരണം 3 മണിക്കൂറിന്റെ ഉള്ളിൽ ഈ 100 ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ 200+
100 300 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒരുപോലെ നമുക്ക് ടൈം കൊടുക്കാൻ കഴിയില്ല, അത്രയും ടൈം നമുക്കില്ല. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു 50% ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിരിക്കും, അപ്പൊ അവിടെ നമുക്ക് കുറച്ച് സമയം മതി. ബാക്കി 50% നമുക്ക് അത്യാവശ്യം ടൈം കൊടുക്കേണ്ടി വരും. സോ നമ്മൾ ഡയറക്റ്റ് വന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് ടൈം എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടാവും, ആ ടൈം നമുക്ക് ഇവിടെ കൊടുക്കണം. പക്ഷെ അവിടെ നമുക്ക് ബാക്കി 50% കംപ്ലീറ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്യണം. അതായത് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്റ്റുഡൻസിന്റെ അടുത്ത്, എന്താണ്, നമ്മൾ എന്ത് പഠിച്ചു എന്ന് അറിയുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഇന്ന ഏരിയ പഠിച്ചിട്ടില്ല എന്നുള്ളത് അറിയാം. സോ ഇപ്പൊ ഞാൻ പഠിക്കാത്ത ഏരിയ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ കാണുന്നതെങ്കിൽ അവിടെ ഒരു സെക്കൻഡ് പോലും ഞാൻ ടൈം വേസ്റ്റ് ചെയ്യരുത്. എന്താണ്, നെറ്റിന് ഒരിക്കലും നമുക്ക് നെഗറ്റീവ് മാർക്കില്ല, കറക്കി കുത്തി ഒന്നാണ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നേരെ ആ ടൈം അവിടെ വേസ്റ്റ് ചെയ്യാൻ നിൽക്കാതെ അടുത്ത നമ്മൾക്ക് അറിയുന്ന ഏരിയയിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ഇവിടെ കറക്കി കുത്തുമ്പോ തന്നെ നമ്മൾ എന്താണ്, നമുക്ക് കുറെ ഓരോ ഓരോ ലൊക്കേഷൻ അനുസരിച്ച് അതിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു സോങ് ഒക്കെ ഉണ്ടാവും അല്ലെ, നമുക്ക് കറക്കി കുത്താൻ. സോ നമ്മൾ ആ പാട്ടൊക്കെ പാടി ഇങ്ങനെ കറക്കി കുത്താൻ നിന്നാല് അവിടെ നമ്മൾ അത്രയും ടൈമാ പോവുക. പക്ഷെ എന്താ, മേ ബി അത് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ അത് തെറ്റായി പോകും. അപ്പൊ ആ തെറ്റായിട്ടുള്ള ആൻസർ നമ്മൾ അത്രയും ടൈം വെറുതെ കളഞ്ഞു. സോ ആ ടൈമും കൂടെ നമുക്ക് അറിയാൻ വന്നൊരു ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്താ, അപ്പോ നെറ്റ്വർക്കിന് സബ്നെറ്റിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ നമുക്ക് അവിടെ കുറച്ചൊക്കെ എടുത്തിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, പ്രൊപ്പഗേഷൻ ഡിലേ അത് വെച്ചിട്ടുള്ള ഏതെങ്കിലും സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോളിന്റെ ഇവിടെ നിന്നുള്ള ഏതെങ്കിലും എഫിഷ്യൻസി കാണാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. സോ നമുക്ക് അത്രയും കാൽക്കുലേഷൻസ് ചെയ്തിട്ടേ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ്, ആ ടൈം നമുക്ക് തൊട്ട് മുന്നേ നമുക്ക് കിട്ടാത്ത ആൻസറിന്റെ ടൈം ഇവിടെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് വരണം. എന്നാൽ ഇത്രയും പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് JRFിലേക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. നെറ്റിലേക്ക് നിങ്ങൾക്ക് എന്താണ് എത്തണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അടുത്ത പ്രാവശ്യം ക്വാളിഫൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉറപ്പാണ്. അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാറ്റേണിൽ പോന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 100% നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഇനി നമുക്ക് ഈ ഒരു റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ് നോക്കുകയാണ്. നിയറസ്റ്റ് എക്സാമിൽ നമുക്കുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എന്താ, 10 യൂണിറ്റിൽ ഓരോ യൂണിറ്റിലും 10 ക്വസ്റ്റ്യൻസ് വീതം. അങ്ങനെയാണ് നമുക്ക് 100 ക്വസ്റ്റ്യൻസ് വിത്ത് 200 മാർക്സ് വരേണ്ടത്. പക്ഷെ ഈ റീസെന്റ് ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിസ്ക്രീറ്റ് മാത്സ്, ഈ രണ്ട് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. മോസ്റ്റ് റീസെന്റ് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം ഞാൻ അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിലും എന്താണ് AI എന്നുള്ളത്. അപ്പൊ എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാവും AI എന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുതലാണ്. ദെൻ ഡിസ്ക്രീറ്റ് മാത്സിലെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം അതുപോലെ തന്നെ കൂടുതലാണ്. സോ അപ്പൊ അങ്ങനെ റീസെന്റ്, അതായത് നമുക്കറിയാം ലാസ്റ്റ് നെറ്റിന്റെ സിലബസ് നോക്കിയാൽ അതിന് താഴെ ഒരു സെന്റൻസ് ഉണ്ടാവും, എന്താണ്, ഇത് മാത്രമല്ല റീസെന്റ് ട്രെൻഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചോദിക്കുന്നുള്ളത്. സോ ഈ മെഷീൻ ലേണിംഗ് എന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, റീസെന്റ് ട്രെൻഡിലേക്കും കൂടെ അവർ ആഡപ്പ് ചെയ്തിട്ടായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൊത്തം നമ്മൾ യൂണിറ്റ് നോക്കുമ്പോൾ 10ന്റെ മുകളിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമുക്ക് അതൊരിക്കലും NTA-ന്റെ അടുത്ത് ആർഗ്യൂ ചെയ്യാനും പറ്റില്ല, നമ്മൾ ആൻസർ ചെയ്തേ പറ്റുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്രീവിയസ് ഇയറിലുള്ള ഒരു അനാലിസിസ് നോക്കിയതാണ്. സോ ഡിസ്ക്രീറ്റിലുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും കൂടുതലായിട്ടുണ്ട് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം ഡിസ്ക്രീറ്റ് മാത്സ് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലെ ഏത് ഏരിയയിലേക്ക് പോവുകയാണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് റീസെന്റ് എക്സാമുകൾ നോക്കിയാൽ ഇപ്പോ എന്താണ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നോക്കാം, 14 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്ക്രീറ്റ് മാത്സിൽ ചോദിച്ചത്. പക്ഷെ ഇതിലെ കുറെ ക്വസ്റ്റ്യൻസ് എന്താണ്, ഇത് രണ്ടും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് ചോദിച്ചത്. സോ ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്ത് വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെയും അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് മാത്സിലെയും ക്വസ്റ്റ്യൻസ് ഓവർലാപ്പ് ചെയ്ത് വരും. പക്ഷെ എന്നാലും നമ്മൾ അതിന്റെ സം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 14 + 12 നോക്കുമ്പോൾ 26 ആണ്. സോ ഈ 2 യൂണിറ്റിൽ മാത്രം ആഡപ്പ് ചെയ്ത് വന്നത് 6 ക്വസ്റ്റ്യൻസ് ആണ്. 6 ക്വസ്റ്റ്യൻസ് വന്നാൽ 12 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ 2 യൂണിറ്റിന് മാത്രം ആഡപ്പ് ചെയ്ത് വന്നത്. സോ അതിന്റെ പകരം ക്വസ്റ്റ്യൻസ് കുറഞ്ഞത് എവിടെയാന്ന് നോക്കാം. ഇവിടെ നമുക്ക് പ്രോഗ്രാമിംഗിന് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു. അതായത് ഔട്ട്പുട്ട് പ്രഡിക്ഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. ദെൻ പിന്നെ ഇവിടെ ഡാറ്റാബേസിൽ നമുക്കൊരു കോംപ്രിഹെൻഷൻ ടൈപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ
അല്ലാതെ ചോദിച്ച ക്വസ്റ്റ്യൻസ് വെറും 3 ആണ്. അപ്പോൾ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നാണ് എപ്പോഴും നമുക്ക് കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആ ഒരു ട്രെൻഡാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്. പിന്നെ ഇപ്രാവശ്യം കണ്ടതാണ് ഡാറ്റ സ്ട്രക്ചറിനും ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറവാണ്. പിന്നെ ചോദിച്ചതിൽ തന്നെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തിയറി ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ സാധാരണ ചോദിക്കുന്ന പോലെ തന്നെയാണ്, ഡാറ്റ നെറ്റ്വർക്കിൽ നിന്നും സാധാരണ പോലെ ചോദിച്ചു. പിന്നെ കുറച്ച് കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ വന്നത്, അതായത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ ആണ്. ഇവിടുന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ കുറഞ്ഞു വരുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം കൂടുതലാണ് ചോദിച്ചത്. 12 ക്വസ്റ്റ്യൻസ് നമുക്ക് COA കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് ചോദിച്ചു. സോ ഇതൊക്കെയാണ് നമ്മളൊരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പാറ്റേൺ നോക്കിയിട്ട് ഇമ്പോർട്ടന്റ് ഏരിയ നോക്കണം. ഓരോ ഏരിയയിലും വരുന്ന, അതായത് ഓരോ യൂണിറ്റിൽ വരുന്ന റെലവെന്റ് ടോപ്പിക്സ് ഏതാന്ന് നോക്കണം. പിന്നെ റീസെന്റ് വരുന്ന പേപ്പേഴ്സിൽ വരുന്ന ഏരിയാസ് ഏതാന്ന് നോക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ടൈം മാനേജ്മെന്റ്, എക്സാം ഹാളിലേക്ക് നമുക്ക് ടൈം മാനേജ്മെന്റ് എങ്ങനെയാണോ നമ്മൾ സ്റ്റഡിയിൽ ടൈം മാനേജ് ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ എക്സാം ഹാളിൽ നമ്മുടെ ടൈം മാനേജ് ചെയ്യും. അപ്പൊ അത് കിട്ടണേ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. ദെൻ എന്റെ ഒരു അഡ്വൈസ് ആണ്, നിങ്ങൾ ലാസ്റ്റ് വീക്കിൽ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കരുത്. ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് വെറും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കണം. പുതിയ ഏരിയാസ് ആ സമയത്ത് കവർ ചെയ്താതിരിക്കുക. ഓക്കെ, ദെൻ ഇനി ഇത്രയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ആ പ്ലാനിങ് മാത്രമായിട്ട് മാറ്റി വെക്കരുത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഗ്രസ് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും നമുക്ക് ഫ്ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് എക്സ്ട്രാ ടൈമുകൾ നമ്മൾ ആഡ് ചെയ്ത് പോകണം. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് വേണ്ടത് സിലബസ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, റീസെന്റ് നമ്മൾ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുന്നു, പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്കുകൾ, നമുക്ക് സിലബസിന്റെ തൊട്ട് ബാക്കിൽ റെഫറൻസ് ബുക്കുകൾ ഉണ്ടാവും. ആ ബുക്കുകളിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കോംപ്രിഹെൻഷനിലൊക്കെ അവിടുന്ന് എടുത്ത് അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് നെറ്റിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്, ഗേറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എടുത്തിട്ട് ചോദിക്കും. അതേപോലെ തന്നെ ഗേറ്റിന്റെ, ISROന്റെ, അതേപോലെ തന്നെ നീലിറ്റിന്റെ, NICന്റെ ഈ എക്സാംസിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്തിട്ട് നെറ്റിൽ ചോദിക്കുന്നത്. സോ നെറ്റിന്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴെങ്കിലും ചോദിക്കുള്ളൂ. പക്ഷെ ഈ ഉള്ള ഇതിന്റെയൊക്കെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നെറ്റിൽ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കും അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞു നോ ദ ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ്. സോ ഹൗ വി ആർ അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ, എങ്ങനെ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കുക, ഇങ്ങനെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അതിന്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യും. ദെൻ നമ്മൾ സിമിലർ ആയിട്ടുള്ള എക്സാമുകളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മേ ബി നമുക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നെറ്റ്വർക്കിങ്ങിലൊക്കെ ചേരുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും പുതിയ ക്വസ്റ്റ്യൻ ആവില്ല. ഒന്നെങ്കിൽ അത് റെഫറൻസ് ബുക്കിലുള്ളതായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലുള്ള എക്സാമിൽ ചോദിച്ചതായിരിക്കും. കാരണം എന്താ, അവിടെ നമുക്ക് മൈന്യൂട്ട് വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാണ്ടാവും. അതായത് കുറെ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയിട്ട് പിന്നെ ഡെസിമൽ നമ്പറിന് അനദർ ഡെസിമൽ നമ്പേഴ്സിനൊക്കെ ഡിവൈഡ് ചെയ്തൊക്കെ കണ്ടുപിടിക്കാൻ. അപ്പൊ അത്രയും ടൈമൊന്നും നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ കിട്ടില്ല. പക്ഷെ നിങ്ങൾ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത ആളാണെങ്കിൽ നമുക്കിത് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ ക്വസ്റ്റ്യൻ ഞാൻ അവിടെ സോൾവ് ചെയ്തതാണല്ലോ, അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് വരും. അല്ലാതെ നമ്മൾ ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ടൈം എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഹൗ ബിഗ് ലേണിംഗ് ഹെൽപ്പ് ഇൻ യുവർ സ്റ്റഡി. ഇനി എങ്ങനെയാണ് ബിഗ് ലേണിംഗ് നിങ്ങളെ സ്റ്റഡി ഹെൽപ്പ് ചെയ്യാന്ന്. അപ്പൊ സിലബസ് നമുക്ക് പഠിക്കണം. സിലബസ് പഠിക്കാൻ നിങ്ങൾ PG പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്ക് പറ്റും. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ബേസിക് തൊട്ടുള്ള ക്ലാസ്സുകൾ അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാം PGയിലുള്ള ഏരിയാസ് അല്ല, എക്സ്ട്രാ ഏരിയാസ് നമുക്ക് നെറ്റിൽ വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ NTA നെറ്റ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയത് തൊട്ട് നമുക്കറിയാം ഓരോ പേപ്പറിലും നിങ്ങൾക്ക് പുതിയ പുതിയ ഏരിയാസ് കാണാൻ പറ്റും. സോ നമ്മൾ എത്ര കവർ ചെയ്ത് പോയാലേ, ഇപ്പൊ നിങ്ങൾക്ക് AI എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, AI എന്നൊക്കെ പുതിയ പുതിയ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്.
അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഡാറ്റാ സ്ട്രക്ചറിന് പുതിയ ഏരിയാസ്, അതുപോലെ തന്നെ ഇപ്പൊ ഡിസ്ക്രീറ്റ് മാത്സിന് അത് പുതിയ ഏരിയ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ചു കാലം ചോദിക്കാതിരുന്ന ഒരു ഏരിയാസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒരു റിക്കേഴ്സീവ് ഇക്വേഷൻ എങ്ങനെയാ നമ്മൾ വാല്യൂസ് കൊടുത്ത് അനലൈസ് ചെയ്യാന്നുള്ളത്. സോ അത് നമ്മൾ ഈ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നും കാണാത്തതായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അങ്ങനത്തെ പുതിയ ഏരിയാസ് വരുമ്പോൾ അടുത്ത ബാച്ചിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഏരിയയും കൂടെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരും. സോ ഇപ്പൊ ഇതുവരെയുള്ള കംപ്ലീറ്റ് സിലബസിന്റെ ക്ലാസ്സുകൾ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ദെൻ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് തരും, നിങ്ങൾക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടൈം ടേബിൾ, എത്ര ഡേയ്സ് ഉണ്ട് നോക്കിയിട്ട് ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് തരും. പിന്നെ നിങ്ങൾക്ക് 24 hours മെന്റൽ സപ്പോർട്ടാണ്. സോ ആ മെന്റേഴ്സ് എന്ത് ചെയ്യും, നിങ്ങൾ അവിടെ നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് വരുന്നുണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ആ ടൈം ടേബിളിലേക്ക് കൊണ്ടുവരും. പിന്നെ എന്താണ്, ഈ ഷെഡ്യൂളിൽ നമ്മൾ ഓൾമോസ്റ്റ് ഓൾ ഏരിയാസ് നമ്മൾ കവർ ചെയ്യും. ദെൻ ഇതിന്റെ ഒക്കെ കൂടെ നിങ്ങൾക്ക് എന്തുണ്ടാവും, PYQ സെഷൻസ് ഉണ്ടാവും. ഇത് ലൈവ് ആയിട്ടായിരിക്കും. സോ നിങ്ങൾ എന്താണ്, ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ കവർ ചെയ്ത് കഴിയുമ്പോൾ ഒരു വീക്കിൽ എന്താണ് എടുത്തത് അതിന്റെ PYQ സെഷൻസ് വരും നിങ്ങൾക്ക്. സോ അവിടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ലൈവ് സെഷനിൽ അതിന്റെ ക്ലാരിഫിക്കേഷൻസ് കിട്ടും. പിന്നെ ലൈവ് സെഷൻസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ളത് ഉണ്ടാവും. ദെൻ ഓൾ റീസെന്റ് നെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകളായിട്ടുണ്ടാവും റീസെന്റ് ആയിട്ടുള്ളത്. അല്ലാത്തതിന്റെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളിൽ, മോക്ക് ആയിട്ടുള്ള എക്സാമുകളിൽ നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. ദെൻ MCQ സീരീസുകൾ ഉണ്ടാവും. ദെൻ മെന്റൽ സപ്പോർട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബിഗ് ലേണിംഗിൽ. അല്ലെങ്കിൽ എന്താണ്, ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പൊ നിങ്ങൾ എന്താണ്, ഒരു 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 10 year ബിഫോർ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴേ നമുക്ക് ഓരോ യൂണിറ്റിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു 6 monthsന്റെ ഇടയിൽ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ആ ഒരു ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു പേഴ്സണെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. സോ ഈ ഒരു സൊല്യൂഷൻസ് ഒക്കെയാണ് നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് ഇന്ന ഏരിയ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതും പിന്നെ എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും നമുക്ക് കറക്റ്റ് ആൻസർ അല്ല വരിക. ഇപ്പൊ നിങ്ങളൊക്കെ റെഫർ ചെയ്യുന്ന കുറെ ഏരിയാസ് ഉണ്ടാവും. ഇപ്പൊ ടെക്സ്റ്റ് ബുക്സ്, അതുപോലെ തന്നെ ഗീക്സ് ഫോർ ഗീക്ക്, ഇങ്ങനെയുള്ള കുറെ ഏരിയ. പക്ഷെ ഇവിടെ അടക്കം നമുക്ക് എന്താണ്, ഈവൻ നിങ്ങൾ എന്താണ് UGCന്റെ തന്നെ ആൻസർ പേപ്പർ, ആൻസർ കീ നമുക്ക് അവൈലബിൾ ആണ്. ആ ആൻസർ കീ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തെറ്റ് വരാം. കാരണം എന്താ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില സമയത്ത് എന്താണ് ആൻസർ തെറ്റായിട്ട് തരും. പിന്നെ അവര് എന്ത് ചെയ്യും, നമ്മൾ കംപ്ലൈന്റ് ചെയ്യുന്ന സമയത്ത് അവരത് റിവൈസ് ചെയ്യും. പക്ഷെ ആ റിവൈസ് ചെയ്ത ആൻസർ പേപ്പർ ചിലപ്പോൾ നെറ്റിൽ അവൈലബിൾ ആവില്ല. ഇനി അതല്ല, ചില സമയത്ത് എന്ത് ചെയ്യും, NTA അധികം കംപ്ലൈന്റ് ഒന്നും വന്നില്ലെങ്കിൽ അവർ മെല്ലെ അവിടെ കണ്ണടക്കും. എന്ത് ചെയ്യില്ല, ആൻസർ പേപ്പർ ആൻസർ കീ അവർ റിവൈസ് ചെയ്യില്ല. തെറ്റുള്ള ആൻസർ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യും, റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ കോൺസ്റ്റന്റ്ലി നമ്മൾ ഇതിന്റെ ബാക്കിലുള്ളതുകൊണ്ട് നമുക്കറിയാം ചില ആ ക്വസ്റ്റ്യന് അത്രയും ഒരാൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ അല്ലെങ്കിൽ റോങ് ആണെന്നുള്ളത് നമുക്ക് അത്രയും മനസ്സിലായാൽ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ട്. സോ നമ്മൾ മാക്സിമം എറേഴ്സ് കുറച്ചിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ, നിങ്ങൾ ഇപ്പോഴേ മൈൻഡിൽ ഉറപ്പിച്ച് വെച്ചു നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് 100% സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഗോൾ എന്താണോ അവിടേക്ക് കോൺസ്റ്റന്റ്ലി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് എത്തിക്കാൻ ഒരു ടീം ഇവിടെ പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് 24 hours മെന്റൽ സപ്പോർട്ടും എന്താണ് ലൈവ് സെഷൻസും മോക്ക് ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ എന്താണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇഫ് യു ആർ റെഡി, നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. പിന്നെ റിവിഷൻ സ്ട്രാറ്റജീസ് അതുപോലെ ചെയ്യാം. പിന്നെ എക്സാം അതുപോലെ നോക്കുക. അതുപോലെ അപ്പോ ഓൾമോസ്റ്റ് നമ്മൾ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, PG നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നെറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ PG ക്വാളിഫൈ ചെയ്യാന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ബെനിഫിറ്റും ഇനിയുള്ള ഒരു കാലം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ പ്ലസ് എന്തെങ്കിലും ഒരു അഡീഷണൽ കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇനി നമുക്കറിയാം ഇന്റഗ്രേറ്റഡ് PG കഴിഞ്ഞ് വരുന്ന കുട്ടികളുടെ കയ്യിൽ എന്തായാലും എക്സ്ട്രാ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അത് സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അവർ
അവർക്ക് കോളേജുകൾ തന്നെ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ കോളേജ് വേറെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അതിപ്പോൾ അസാപ്പ് പോലെയുള്ള സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുന്ന എന്താണ് പ്ലാറ്റ്ഫോമുകളെ ടൈപ്പ് ചെയ്തിട്ട് അവർക്ക് എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് കൊടുക്കും. നിങ്ങളും അവരും ഒരേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒരു എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. സോ നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്താൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലാവും. പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PG പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇന്റേൺഷിപ്പുകളൊക്കെ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്യാം, അക്വയർ ചെയ്യാം. അപ്പൊ ഇനി ആരും നമ്മുടെ പിന്നാലെ വരില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു പാത്ത് നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ് എല്ലാവരും, പ്രിപ്പയർ വെൽ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ജസ്ന മിസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ ഏണസ്റ്റില് 550 കൂടുതൽ ക്ലാസ്സസ്, ഏകദേശം 600ഓളം ക്ലാസ്സസ് അവൈലബിൾ ആണ്. അത് പേപ്പർ 1ലും പേപ്പർ 2ലും. അതിനോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസ് മാത്രം ഒരു 50ഓളം ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതും കൂടെ കാൻഡിഡേറ്റ്സ് ഒന്ന് മനസ്സിലാക്കിയേക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.